ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഒരുപാട് ആവശ്യങ്ങൾ മാറ്റിവെച്ചു. കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുക്കുമെങ്കിൽ പ്രിയരെ, നിങ്ങൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥ വരികയില്ല. എന്റെ ആരംഭം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ എങ്ങനെ ഈ ഒരു തലത്തിലോട്ട് എത്തിയെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് പലപ്പോഴും പ്രിയരെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിന്റെ റീസൺ, കാരണം എന്റെ സമ്പത്ത് എന്ന് പറയുന്ന പണമല്ല, അവന്റെ പ്രസൻസ്. സാന്നിധ്യമില്ലെങ്കിൽ വെറും വട്ടപൂജ്യമാണ്. പലപ്പോഴും ഞാൻ പാടുമായിരുന്നു, നിൻ സാന്നിധ്യം എന്ന ആനന്ദം, നിൻ ശക്തി എന്റെ ധൈര്യം. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നമ്മൾ വെറും മിക്സിംഗ്. ഈ ഒരാഴ്ച മൊത്തം ഞാൻ കൊടുത്ത മെസ്സേജ് ഈ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും പിന്തുടരും. ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞിട്ട്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യം പ്രസംഗിച്ച മെസ്സേജ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഭാഗ്യവാൻ ആർ ആകുന്നു. ആരൊക്കെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഭാഗ്യവാന്മാർ? ലോട്ടറി അടിക്കുന്നവരൊന്നും അല്ല ഭാഗ്യവാന്മാർ, വലിയ വീടുള്ളവരൊന്നും അല്ല ഭാഗ്യവാന്മാർ. വേദപുസ്തക പ്രകാരം ഇതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ്. നമ്മൾ സന്തോഷിക്കേണ്ടത് നമുക്ക് വലിയ വീട് കിട്ടിയത് കൊണ്ടോ, നമുക്ക് നല്ല ജോലി കിട്ടിയത് കൊണ്ടോ, നമുക്ക് വലിയ വാഹനം കിട്ടിയത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മൾ സന്തോഷിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോകാത്ത ഒരു സാന്നിധ്യം, ദൈവത്തിന്റെ ഒരു പ്രസൻസ് നമ്മുടെ മേൽ വന്നതുകൊണ്ട്. വേദപുസ്തകം പറയുന്നു, 1-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, രാപ്പകൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 112-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 128-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ 1, വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 2, ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 3, ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം അവിടെ എത്ര വലിയ പ്രതികൂലമുണ്ടെങ്കിലും അത് നമ്മെ തൊടുകയില്ല. ഇന്നലെ രാവിലെ നമ്മൾ ചിന്തിച്ച വിഷയം എന്താണ്? The Lord is our helper. ദൈവം നമ്മുടെ സഹായകനാകുന്നു. ദൈവം നമുക്കൊരു ദർശനം തന്നിട്ട്, ദൈവം നമുക്കൊരു പ്രവചന ദൂത് തന്നിട്ട്, ദൈവം നമുക്കൊരു സ്വപ്നം തന്നിട്ട് അവൻ മാറി നിൽക്കുന്നവനല്ല ദൈവം. ദൈവം നമ്മെ സഹായിക്കുന്നവനാണ്. യാക്കോബിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു. സ്വപ്നത്തിൽ കൂടെ യാക്കോബും ദൈവവും ഒരു ഉടമ്പടി ഒപ്പിട്ടു. എന്നിട്ട് യാക്കോബിനോട് 3 പ്രാവശ്യം ദൈവം പറഞ്ഞൊരു വേർഡാണ്, ഐ വിൽ ഹെൽപ് യു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവചനം 41:10, 13, 14 വാക്യങ്ങളിൽ ദൈവം പറഞ്ഞൊരു പദമാണ്, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ദൈവം നമുക്കൊരു സ്വപ്നം തരുമ്പോൾ ആ സ്വപ്നം എങ്ങനെ നിറവേറ്റുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സഹായത്താൽ അത് നിറവേറും. ആമേൻ. ഇന്നലെ വൈകുന്നേരം നമ്മൾ ചിന്തിച്ചത് എന്താണ്? ആമേൻ. ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവം തന്നെ സുരക്ഷിതത്വമാണ്. ഹല്ലേലൂയ. ആമേൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ആമേൻ. ദാനിയേലിനോട് ദാരിയവേസ് രാജാവ് പറഞ്ഞു, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം, ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ ഇന്നലെ എന്റെ അടുക്കൽ വന്നു എന്നോട് സംസാരിച്ചു. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവർക്ക്
ദൈവം ഒരു തുണയായിരിക്കും. പൗലോസ് എബ്രായ സഭയോട് പറഞ്ഞു, "The Lord is my helper." അവൻ എനിക്ക് തുണ, പിന്നെ ഞാൻ ആരെ ഭയപ്പെടാനാണ്? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യാനാണ്? ഹല്ലേലൂയ. അപ്പോൾ ഇത് ഒരു തുടർമാനമായ ഒരു ജീവിത ശൈലിയാണ് ദൈവം പൈതലിന്റെ. 23-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം അത് വായിച്ച്. നന്മയും കരുണയും രാഷ്ട്രമൊക്കെയും എന്നെ പിന്തുടരും. Surely or only goodness, mercy and unfailing love shall follow me all the days of my life, and throughout the length of my days the house of the Lord shall be my dwelling place. ഉറപ്പായും നന്മ, കരുണ, പ്രീതി എന്നിവ എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്നെ അനുഗമിക്കും. ആമേൻ. ആംപ്ലിഫൈഡ് ഇംഗ്ലീഷിൽ പറയുന്നത്, ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ പ്രീതിയും എല്ലാ ദിവസവും എന്ത് ചെയ്യും? എന്നെ അനുഗമിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത് പറയുന്നത്, എന്റെ കാലത്തിന്റെ നീളം യഹോവയുടെ ആലയം എന്റെ വാസസ്ഥലമായിരിക്കും. ആമേൻ. എന്റെ ജീവിതത്തില് ദൈവം എത്ര നാളുകൾ തന്നിട്ടുണ്ടോ അത്രയും നാള് ഞാൻ എവിടെ വസിക്കുമെന്നാണ്? ദൈവത്തിന്റെ ആലയത്തിൽ. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പദം ഇൻ ഹിസ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയത്തിൽ ദാവീദ് വസിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവൻ വസിക്കുമെന്നുള്ളതാണ്. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കും. അപ്പോൾ ദാവീദ് ഇത് പറയുവാൻ റീസൺ ഉണ്ട്. ആമേൻ. ദാവീദിന്റെ ലൈഫ് എടുത്ത് പരിശോധിച്ചാൽ ദാവീദിന് എടുത്തു പറയുവാൻ ഒന്നുമില്ല. കാരണം അപ്പനുണ്ട്, പക്ഷേ അപ്പന്റെ അല്ലെങ്കിൽ അപ്പനോട് കാണിക്കുവാൻ കഴിയുന്ന അവകാശമൊന്നും പരസ്യമായിട്ട് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത ഒരു തലത്തിലാണ് ദാവീദ് ജീവിക്കുന്നത്. അമ്മയുണ്ട്, പക്ഷേ അമ്മയെ കണ്ടു ജീവിക്കുവാനോ അമ്മയെ അമ്മ എന്ന് വിളിക്കുവാനോ അവകാശമില്ലാതെ ഒരു അനാഥനെ പോലെ സ്വന്തം വീട്ടിനകത്ത് സ്വന്തം അപ്പന്റെ കൂടെ, ആമേൻ, സ്വന്തം അപ്പന് പറഞ്ഞ സഹോദരങ്ങളോട് കൂടെ ഒരു ഇടയച്ചക്കനെ പോലെ ജീവിക്കേണ്ടി വന്ന ദാവീദ് സഹോദരങ്ങളെ എല്ലാം, ആമേൻ, ശൗലിന്റെ കീഴിൽ ഇസ്രായേൽ സൈന്യത്തിൽ, ആമേൻ, ചേർപ്പാൻ തക്കവണ്ണം അപ്പൻ പറഞ്ഞു വിടുമ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട്, ആമേൻ, കാലിൽ വിധിക്കപ്പെട്ട ഇടയവേല ചെയ്യുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടപ്പോഴും ജീവിതത്തിൽ ഒരു പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ആമേൻ, പിറുപിറുപ്പുമില്ലാതെ അപ്പനെ ഏൽപ്പിച്ച ദൗത്യത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറായ ദാവീദിനറിയാം അപ്പനെ ഏൽപ്പിച്ച ദൗത്യം എത്ര കാഠിന്യമേറിയതാണ് എന്ന്. പക്ഷെ ആ കാഠിന്യമേറിയ ഒരു ദൗത്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ദാവീദിനറിയാം താൻ പോകുന്ന വഴി ഏതാണ്, താൻ ഏറ്റെടുക്കുന്ന ചുമതല എന്താണ്, താൻ കടന്നു പോകുന്ന സ്ഥലം എന്താണ്, അവിടുത്തെ അവസ്ഥകൾ എന്താണ്, അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ്, എല്ലാം ദാവീദിനറിയാം. സാഹചര്യം ഒന്നും ദാവീദിന് അനുകൂലമല്ല, അവസ്ഥകളൊന്നും ദാവീദിന് അനുകൂലമല്ല. അവൻ തന്നെ സഹായിപ്പാൻ ആരുമില്ല, തന്നോടൊപ്പം കൂടെ വരുവാൻ ആരുമില്ല, അവൻ തന്നോട് സംസാരിപ്പാൻ ആരുമില്ല. അവിടെ ദാവീദ് ഒരു സെലക്ഷൻ നടത്തി. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്നൊരു കാര്യം നമുക്ക് സെലക്ഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ സെലക്ഷൻ, നമ്മൾ വസ്ത്രമെടുക്കുമ്പോൾ സെലക്റ്റീവ് ആകും. ആമേൻ. ഹല്ലേലൂയ. പല കാര്യത്തിൽ നമ്മൾ സെലക്റ്റീവ് ആകും. പക്ഷേ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും, ആമേൻ, നിർവീര്യരായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെയാണ് പ്രിയരെ ദാവീദ് പറയുന്ന ഒരു പദം, ആമേൻ, മരണത്താഴ്വരയിലോട്ട് പിതാവ് ഏൽപ്പിച്ച ആടുകളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്. ഞാൻ കുറെ ആടുകൾക്ക് ഇടയനാണെങ്കിലും ദാവീദ് പറയുകയാണ്, എനിക്കൊരു ഇടയനുണ്ട്. ദാവീദിന് വേണ്ടി ഒരു ഇടയനെ സെലക്ട് ചെയ്തു. ആമേൻ. ഈ ഇടയനെ കുറിച്ച് പറയുമ്പോൾ ഇടയന് 3 ദൗത്യമുണ്ട്. 1, ആമേൻ, ആടുകൾക്ക് ഫീഡ് കൊടുക്കുക, ആഹാരം കൊടുക്കുക. 2, ആടുകളെ ഗൈഡ് ചെയ്യുക. 3, ആടുകൾക്ക് ഷീൽഡായിട്ട് മാറുക. അപ്പോൾ ആമേൻ, ദൈവം, ആമേൻ, തന്റെ ആടുകളെ പോറ്റും, പുലർത്തും, നടത്തും, കരുതും. ഇതൊരു ഇടയന്റെ ദൗത്യമാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആമേൻ, നമ്മൾ സേവിക്കുന്ന കർത്താവ് നല്ല ഇടയൻ,
ആകുന്നു. നല്ല ഇടയൻ എന്ത് ചെയ്യും? തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദിന്റെ സെലക്ഷൻ ആണ് ദാവീദിന്റെ ജീവിതത്തെ മാറ്റിയത്. നമുക്കെല്ലാം ഇപ്പോഴും നമുക്കൊരു, നിങ്ങളുടെ ലൈഫിനകത്ത് മെന്റേഴ്സ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ സ്പിരിച്വൽ ലൈഫിനകത്ത് 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ദൈവം എനിക്ക് തന്ന സ്പിരിച്വൽ ഫാദർ. ആമേൻ. എന്റെ ആത്മീയ പിതാവിനെ ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഒരു അപ്പന്റെ കീഴിൽ എങ്ങനെ മകൻ കീഴ്പ്പെട്ടിരിക്കണോ അതുപോലെ ഇതുവരെയും കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഇതാണ്. എന്റെ ആത്മീയ പിതാവിനോട് ആമേൻ നോ എന്നൊരു പദം ഞാൻ പറഞ്ഞിട്ടില്ല. മുഖം കൽപ്പിച്ചൊരു പദം ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ ഇതുവരെ വരുത്തിയിട്ടില്ല. എന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും എന്റെ ഏറ്റവും വലിയ ഉയർച്ചയും ആമേൻ ഹല്ലേലൂയ അത് തന്നെയാണ്. 2, എന്റെ ജീവിതത്തിനകത്ത് ഒരു നല്ല സഹോദരനെ ഞാൻ കണ്ടെത്തി. ആമേൻ. ഒരു നല്ല ജ്യേഷ്ഠ സഹോദരനെ ഞാൻ കണ്ടെത്തി. അതാണ് ജോയി പാസ്റ്റർ. ആമേൻ. ഒരു അപ്പൻ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിക്കും. ആമേൻ. ഇന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ആമേൻ ഞാൻ നിൽക്കുന്നത്, പലരുടെയും വീടുകളിൽ ഞാൻ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിലും ചില മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വന്നാലും ഞാൻ വിശ്രമിക്കുവാൻ ഇടം കണ്ടെത്തുന്നത് ജോയ് പാസ്റ്ററുടെ വീട്ടിലാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ആ മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന ഒരു കരുതലും ഒരു സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 3ാമത് ഞാൻ സെലക്ട് ചെയ്തത് ഒരു മെന്ററെയാണ്. അതാണ് പാസ്റ്റർ പ്രിൻസ് തോമസ്. ആമേൻ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ സെലക്റ്റീവ് ആയിരിക്കണം. നമുക്ക് നമ്മെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. നമ്മെ കരുതുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരന് തുല്യം നമ്മെ സ്നേഹിക്കുവാനൊക്കെ ഒരാളെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ജീവിതത്തിനകത്ത് ജയം കണ്ടെത്തുന്നത്. ആമേൻ ഹല്ലേലൂയ. അവിടെയൊക്കെ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കും. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദൗത്യം ദാവീദ് ഏറ്റെടുക്കുമ്പോൾ, ജീവിതത്തിനകത്ത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയിലോട്ട് ദാവീദ് കടക്കുമ്പോൾ, ദാവീദ് ആദ്യം ചെയ്തത് തനിക്ക് ഒരു ഇടയനെ കണ്ടെത്തി എന്നുള്ളതാണ്. തനിക്ക് ഒരു ഇടയനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, 23-ാം സങ്കീർത്തനത്തിന്റെ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന എല്ലാ ബ്ലെസ്സിങ്സിന്റെയും മൂലവാക്യം എന്ന് പറയുന്നത് The Lord is my shepherd. യഹോവ എന്റെ ഇടയനാകുന്നു. അതാണ് ദാവീദിന്റെ ബലവും ദാവീദിന്റെ ഉറപ്പും ദാവീദിന്റെ ധൈര്യവും. എവിടെ പോയാലും ആരുണ്ട് കൂടെ? ആമേൻ. ഇടയൻ കൂടെയുണ്ട്. ഇടയന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ആമേൻ. ഒരിക്കലും ആടുകളെ വിട്ടിട്ട് ആമേൻ ഹല്ലേലൂയ പറയേണ്ടു പോകുന്നവനല്ല ഇടയൻ. ആമേൻ. ആടുകളുടെ മുൻപിൽ നടക്കുന്നവനാണ് ഇടയൻ. ആമേൻ. ഇടയന് ഒരു ദോഷം സംഭവിക്കാതെ ഒരിക്കലും ആടുകൾക്ക് ദോഷം സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് സെഖര്യാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞത്, വാളെ വാളെ ഉണരുക, ഇതാ ഇടയൻ കടന്നു വരികയാണ്, ഇടയനെ വെട്ടുക. ഏത് ഇടയനെ വെട്ടേണ്ടത്? നല്ല ഇടയനെ. നാം ഒരിക്കലും ഏദൻ തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിത്യതയുടെ തോട്ടത്തിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവത്താൽ സ്ഥാപിതമായ കറങ്ങുന്ന വാളുകളാൽ ഛേദിക്കപ്പെട്ടത് ആടുകളല്ല, ആ ഇടയൻ. ആ ഇടയൻ ഛേദിക്കപ്പെട്ടത് കൊണ്ടാണ് ആ ഇടയന്റെ രക്തത്തിൽ ആശ്രയം വെച്ച നാം ഓരോരുത്തരും ആ നിത്യതയുടെ പദീസയിലോട്ട് പ്രവേശിച്ച് നിത്യജീവന്റെ ഫലമാകുന്ന ക്രിസ്തുവിനെ ഭക്ഷിപ്പാൻ ഈ നാളുകളിൽ ദൈവം ഇടയാക്കി തീർത്തത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഇടയനുണ്ട് എന്നുള്ളതാണ്. ആമേൻ. എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും? യഹോവ എന്റെ ഇടയനാകുന്നു. നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, യഹോവ എന്റെ ഇടയനാകുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഇടയനുണ്ട്, അല്ലേ? എനിക്ക് നല്ലൊരു ഇടയനുണ്ട്. അപ്പോൾ ഇടയന് കീഴ്പ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആമേൻ. ഈ നന്മയും കരുണയും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലവും ഇങ്ങനെ പിന്തുടരും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഹല്ലേലൂയ. അപ്പോൾ ഈ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും നമ്മൾ പിന്തുടരുന്ന എപ്പോഴെന്ന് അറിയാമോ പ്രിയരെ? ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല.
ദൈവത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കാതെ നമ്മൾ എത്ര ഉപവസിച്ചാലും നമുക്ക് എന്തുണ്ടാകത്തില്ല? ആമേൻ. ഈ ദൈവത്തിന്റെ നന്മകളൊന്നും നമുക്ക് ലഭ്യമാകത്തില്ല. ദൈവത്തിന്റെ നന്മകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. ദൈവത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ എന്ത് ചെയ്യണം? പാലിച്ചേ മതിയാകൂ. ഈ ഇടയന്റെയും ആടുകളുടെയും ഒരു പ്രത്യേകത, ഇടയൻ ആടുകളെ എങ്ങനെയാണ് വിളിക്കുന്നത്? പേർ ചൊല്ലി വിളിക്കും. എന്ത് ചെയ്യും? പേർ ചൊല്ലി വിളിക്കും. ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾ ആരെ അനുഗമിക്കും? ഇടയനെ അനുഗമിക്കും. ഇടയൻ എവിടെ വസിക്കുമോ അവിടെ ആടുകൾ വസിക്കും. ഇടയൻ എവിടെ വസിക്കുമോ അവിടെ എന്ത് ചെയ്യും? ആടുകൾ വസിക്കും. ഇടയന്റെ കൂടെ വസിക്കുന്നതാണ്. ഇടയന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. ഇടയൻ പേർ ചൊല്ലി വിളിച്ച് ആടുകളെ കൂട്ടിൽ കയറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഈ ആടുകൾ കയറുന്ന ആട്ടുവാതിലിന്റെ മുൻപിൽ ഇടയൻ നെടുകെ ഇങ്ങനെ കിടക്കും. എന്തിനെന്ന് ചോദിച്ചാൽ, ഇനി ആർക്കെങ്കിലും ഈ ആട്ടുകളെ സൂക്ഷിച്ചിരിക്കുന്ന കൂടാരത്തിനകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ ഇടയന്റെ പുറത്ത് ചവിട്ടിയെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം സുരക്ഷിതത്വം ആരിലുണ്ട്? നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിലുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആമേൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങിപ്പോകാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അവരെന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആമേൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല. കാരണം അവരുടെ ഉറപ്പെന്താണ്? അവരുടെ ഉറപ്പെന്താണ്? ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഈ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലുള്ള നമ്മുടെ അവസ്ഥ എന്തായാലും നമുക്ക് ടെൻഷനല്ലേ? നമുക്ക് നിരാശയില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ കറൻസിയെ നമ്മുടെ സമ്പത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് കയ്യിലെ പണമൊന്നുമല്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവാണ്. ഞാൻ ചോദിക്കട്ടെ, പച്ചവെള്ളം എങ്ങനെയാ വീഞ്ഞായി മാറിയത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. എങ്ങനെ 5 അപ്പം 5000-ഓളം പുരുഷാരത്തെ പോഷിപ്പിച്ചുകൊണ്ട് അവൻ 12 കൊട്ട വീതം മിച്ചമെടുത്തതിന്റെ റീസൺ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ പ്രിയരെ, നമുക്കുള്ളതൊക്കെയും വർദ്ധിപ്പാൻ ഈ ദൈവത്തിന് കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ വചനത്തിലോട്ട് പ്രവേശിക്കട്ടെ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മെ എന്ത് ചെയ്യും? അനുഗമിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അനുഗമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആമേൻ, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഇപ്പൊ നമ്മുടെ ഒരു വീട് ഞാൻ വീട്ടിൽ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈ ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, വീട്ടിലെ കാര്യമൊന്നും അന്വേഷിക്കത്തില്ല. വീട്ടിലെ കാര്യമൊന്നും അന്വേഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഈ ചില ആൾക്കാർ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ആർക്കും ഒരു ഉപദ്രവമൊന്നും അല്ല, ഞാൻ കാരണം ഒരു ശല്യവും വീട്ടിനകത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അപ്പനോട് മിണ്ടത്തില്ല, അമ്മയോട് മിണ്ടത്തില്ല, സഹോദരങ്ങളോട് മിണ്ടത്തില്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, വീടാകുമോ? ഇല്ല. അതുപോലെയാണ് ദൈവത്തിന്റെ ആലയത്തിനകത്ത്. ആമേൻ. പ്രിയരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആലയത്തിനകത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അവിടെയാണ് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത്, നന്മയുടെ വാതിൽ തുറക്കപ്പെടുന്നത്. ആമേൻ. നിങ്ങൾ പാസ്റ്റർ എം.എ. വർഗീസ് പാസ്റ്ററുടെ സാക്ഷിയോട് നിങ്ങൾ കേൾക്കണം. ഫ്ലൈറ്റ് ഓട്ടിക്കുന്ന പൈലറ്റാണ് അവിടുത്തെ ബാത്റൂം വാഷ് ചെയ്യുന്നത്. നമുക്ക് നാണക്കേടാ. നമുക്ക് പള്ളിയിൽ വന്നൊന്ന് ബാത്റൂം വാഷ് ചെയ്യാൻ നാണക്കേടാ. നമുക്കൊരു പാത്രം കഴിവിക്കാൻ നാണക്കേടാ. നമുക്കൊരു കുഞ്ഞ് എന്താ പറയേണ്ടത്, ഒരു പേപ്പർ കാണണം. ഞാൻ പലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ആമേൻ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെ ഒരു കുഞ്ഞ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കളിയായിരുന്നു. ആ കുഞ്ഞിവിടെ ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചിടുമ്പോ എന്റെ ചങ്കിങ്ങനെ പിടയ്ക്കുകയാണ്. ആമേൻ. എന്താ കാര്യം എന്നറിയാമോ പ്രിയരെ? ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, എന്റെ യഹോവയുടെ ആലയത്തിൽ ഞാൻ വസിക്കുന്നത് എനിക്ക് ഏറ്റവും അനുഗ്രഹമാണ്.
അപ്പോൾ ദൈവത്തിന്റെ ആലയത്തെ നമ്മൾ എത്രത്തോളം, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു കുപ്പ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എടുക്കാതിരിക്കുമോ? പക്ഷെ എന്തുകൊണ്ട് പ്രിയരെ, നമ്മുടെ ആലയത്തിനകത്ത് ഞാൻ നോക്കാറുണ്ട്, ഇപ്പോഴും ഇവിടെ നോക്കിയാലും കാണാം, ആ കസേരടിയിലൊക്കെ നിറയെ കുപ്പ്, ഈ പേപ്പർ ഇതൊക്കെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല അതൊക്കെ എടുക്കാൻ? നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇത് സംഭവിക്കുന്നു. റീസൺ എന്തെന്നറിയാമോ പ്രിയരെ? നമുക്ക് ഇതിനോടൊന്നും നമ്മുടെ ഹൃദയത്തെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വരും, ആരാധിക്കും, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇവിടെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നില്ല. പ്രിയരെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയണം. ഇവിടെ ദാവീദിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കണം. ദാവീദിന്റെ സങ്കീർത്തനങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ദാവീദിന്റെ ആലയത്തെ കുറിച്ച്, ദൈവാലയത്തെ കുറിച്ച് എരിവുള്ളവനായിരുന്നു ദാവീദ്. പക്ഷെ നമുക്ക് എരിവില്ല. അതാ ഏറ്റവും വലിയ വിഷയം. നമുക്ക് വരണം, മൈക്കെടുക്കണം, പാടണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഈ മൈക്ക്, ഈ വർഷിപ്പ് ടീമിലെ കുഞ്ഞുങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മൈക്ക് നിങ്ങൾക്കൊന്ന് കേബിൾ മടക്കി ഒന്ന് എന്നിലൊന്ന് വച്ചിട്ട് പോയാൽ എന്താ സംഭവിക്കും? അല്ല നിങ്ങൾ നോക്കിക്കും. ഇതെല്ലാം ഈ ചീനിവള്ളി കിടക്കുന്നത് പോലെ കിടക്കും. ഇതൊക്കെ ഈ സാമ്പാസ് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന വേദിയല്ല, പ്രസംഗ വേദിയാണ്. ഞാനിത് പറയും, കാരണം എനിക്കിത് വേദനയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം, ഇതെല്ലാം അനുഗ്രഹത്തിന്റെ ഒരു ഇടമാണ്. ദാവീദ് പറഞ്ഞ എന്താ? ആമേൻ, ഇൻ ഹിസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? വസിക്കും. അവിടെ നോക്കിക്കേ, എന്റെ കാലത്തിന്റെ നീളം, ആമേൻ, എന്റെ ജീവിതത്തിന്റെ ആയുസ് മുഴുവനും ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്റെ വാസസ്ഥലമായിരിക്കും. ഇതാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വചനത്തെ കുറിച്ച് പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ അവന്റെ ആലയത്തിൽ, അവന്റെ പ്രസൻസിൽ ഞാൻ താമസിക്കും. ഇതാണ് യാബോക്കിന്റെ തീരത്ത് വെച്ച് പറഞ്ഞത്. ഇത് ആമേൻ, ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലമാകുന്നു. ദൈവം വസിക്കുന്ന സ്ഥലമെന്ന് യാക്കോബ് അവിടെ പറയുവാൻ കാരണം, യാക്കോബ് അവിടെ അനുഭവിച്ച ദൈവത്തിന്റെ പ്രസൻസ് ആണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുവരെ ആ സ്ഥലത്തിന് ഒരു പ്രത്യേകതയില്ലായിരുന്നു. പക്ഷേ ആ സ്ഥലത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ യാക്കോബ് പറയുകയാണ്, ഇത് മറ്റൊരു സ്ഥലമല്ല, ഇത് യഹോവ വസിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവ വസിക്കുന്ന സ്ഥലത്തെ എത്രത്തോളം അവിടെ ബേഥേൽ എന്ന പേര് വിളിക്കാൻ കാരണം അതാണ്. ഹൗസ് ഓഫ് ദി ലോർഡ്, ദൈവത്തിന്റെ ഭവനം എന്ന് അവിടെ പേര് വിളിക്കാൻ കാരണം ദൈവത്തിന്റെ പ്രസൻസ് ആണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, ദൈവത്തിന്റെ പ്രസൻസിൽ ഞാൻ ജീവിക്കും, ദൈവത്തിന്റെ പ്രസൻസിൽ ഞാൻ ജീവിക്കും. അപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ഇടത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൃത്തി, അച്ചടക്കം, ഒതുക്കം. ഇതൊക്കെ നമ്മുടെ ലൈഫിനകത്ത് ആവശ്യമായ കാര്യങ്ങളാണ്. ആമേൻ. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവിൻ. ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കണം. എന്താണ് ദൈവത്തിന് പ്രസാദകരമായത്? ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ശിഷ്യന്മാർ ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം ബൈബിൾ പറയുന്നത് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്താണ്? സമാധാനം. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? ദൈവത്തിന്റെ സമാധാനം ലഭിക്കും. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ മറുപടി എന്താ? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ കഠിനമായ ജോലികളൊന്നുമല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അവൻ അയച്ചവനിൽ എന്ത് ചെയ്യുക? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ നമ്മൾ എന്ത് ചെയ്യുക?
വിശ്വസിക്കുക. ഇതേ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ശോധന ചെയ്തുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, തെറ്റായിട്ട് എടുക്കരുത്. ആരും, ഞാൻ ഈ വചനം പറയുന്നതിന് മുൻപേ ഞാൻ അപേക്ഷയോടുകൂടിയാണ് ഈ വചനം പറയുന്നത്. ഇനി ആരും തെറ്റായിട്ട് എടുക്കരുത്. അങ്ങനെയുള്ളവർ ഈ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അത് നിങ്ങളെ അല്ല പറഞ്ഞത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്തില്ല എന്ന് മാത്രം ചിന്തിച്ചു കൊള്ളുക. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങളെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഹലോ, നിങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങളെ വചനം പഠിപ്പിച്ച് നേർവഴിയിൽ നടത്തുന്നവർ. ആമേൻ. ഈ ദശാംശമാക്കാൻ കൊടുക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതിന് മുമ്പ് ഞാൻ അപേക്ഷ പറയുകയാണ്. ആമേൻ. ഈ ദശാംശമാക്കാൻ കൊടുക്കേണ്ടത്. നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് ഇത് കറക്റ്റ് പാലിക്കുന്നുണ്ട്. നിങ്ങൾ കയ്യൊന്നും നോക്കണ്ടായിരുന്നു. കാരണം എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നത് പോലെ ഇവിടെ ആർക്കും അറിയുന്നു. ഇത് എത്ര പേർ അനുഷ്ഠിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആമേൻ, നിങ്ങളെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടത് നിങ്ങളല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി. ഞാനെപ്പോഴും പറയാറ്, ഈ സഭയിലെ ഓരോ കുടുംബത്തിന്റെയും വിഷയം എന്താണെന്ന് എനിക്കറിയാം. ഈ കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്നും ഓരോ കുടുംബത്തിനകത്തുള്ള എന്തൊക്കെ വിഷയം ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അറിയാം. ആമേൻ. ആരോട് ചോദിച്ചിട്ടല്ല ഓരോ കുടുംബങ്ങളെ കുറിച്ച് പറയുന്നത്, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം അതെന്റെ ഡ്യൂട്ടിയാണ്. അത് ദൈവം എന്നെ ഏൽപ്പിച്ച കർത്തവ്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അനുഗ്രഹം പ്രാപിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചിന്ത ആർക്കെങ്കിലും ഒക്കെ ദശാംശം കൊടുത്താൽ പോലെ ഇല്ല. ദശാംശം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ വചനം പഠിപ്പിച്ച് നിങ്ങളെ നേർവഴിക്ക് നടത്തുന്നവർക്ക് നിങ്ങൾ ദശാംശം കൊടുക്കണം. ആമേൻ. കാരണം നിങ്ങളെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങളെ വചനത്താൽ നേർവഴിക്ക് നടത്തുന്നവരാണ്. ചിലർ പറയും, എന്റെ ദശാംശം ഞാൻ അവിടെ അയക്കുന്നു. പ്രിയ, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് കൊടുക്കുന്നതോ കൺവെൻഷന് കൊടുക്കുന്നതോ അല്ല ദശാംശം. നമ്മൾ എന്ത് ചെയ്യും? ആമേൻ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആമേൻ, ദശാംശം ദൈവത്തിന്റെ ആലയത്തിനുള്ളതാണ്. ആമേൻ. ഞാനിത് പറഞ്ഞു വരുന്നത് പ്രിയരെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവനും എങ്ങനെ പിന്തുടരും? ഞാൻ കൊടുക്കുന്ന ദശാംശമൊന്നുമല്ല കേട്ടോ. ഞാൻ കൊടുക്കുന്ന ദശാംശമൊന്നുമല്ല. ഞാൻ കൊടുക്കുന്ന ദശാംശത്തിന്റെ എത്രയോ മടങ്ങാണ് പ്രിയരെ. അതുകൊണ്ട് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവം എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒറ്റ റീസൺ പ്രിയരെ, എന്റേതെന്ന് ഞാൻ ഇതുവരെ ഒന്ന് ചിന്തിച്ചിട്ടില്ല. എന്റെ ആവശ്യങ്ങൾക്കൊന്നും ദൈവം ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല. ആമേൻ. ഞാൻ അറിയാത്തവരെ കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാത്തവരെ കൊണ്ട് ദൈവം എനിക്ക് വഴികൾ തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ റീസണേ ഉള്ളൂ പ്രിയരെ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ആത്മീയ പിതാവിനെ പഠിപ്പിച്ചൊരു ദൗത്യമാണ്. ആമേൻ. ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൽ നീ കണക്ക് പറയരുത്. ദൈവത്തിന് വേണ്ടി ചെലവിടുന്നതിൽ നീ കണക്ക് എഴുതി വയ്ക്കരുത്. പക്ഷെ പ്രിയരെ, ഈ ബുക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾ തന്ന സകലത്തിന്റെ കണക്കുണ്ട്. കാരണം ആമേൻ, നാളെ ആമേൻ നിങ്ങൾ എടുത്ത് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സാമ്പാസ് ഫണ്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ ധൈര്യത്തോടെ പറഞ്ഞു, ഇത്ര ലക്ഷം രൂപയുണ്ട്. ഒരു സമയത്ത് പ്രിയരെ, ചില വർഷങ്ങൾക്ക് മുൻപ് ഈ സഭയിൽ പ്രിയരെ സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ആമേൻ, ഹല്ലേലൂയ, ഫണ്ട് കുറച്ചു പേർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആമേൻ, അതിൽ 1 രൂപ പോലും അന്ന് സ്റ്റേജ് ചെയ്യാനൊന്നും ഞാൻ എടുത്ത് മാറ്റിയില്ല. ആ ഫണ്ട് അതുപോലെ മാറ്റിയിട്ടുണ്ട്. ആമേൻ. എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയരെ, 1 രൂപയുടെ കണക്കിൽ ആമേൻ, കള്ളനെന്ന് പറയുവാൻ ഇടവരുത്താത്ത രീതിയിൽ ദൈവത്തിന്റെ സന്നിധി ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. എനിക്കറിയാം പ്രിയരെ, എത്രയോ പേർ പുറത്ത് ഈ സഭയിലുള്ള ചിലരുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എനിക്ക് വളരെ വേദന ഉളവാക്കിയ കാര്യമാണ്.
ഇതൊക്കെ പരസ്യമായിട്ട് പറയേണ്ട റീസൺ ഉണ്ട്. ആമേൻ. ഈ സഭയിൽ നിന്നും പുറത്തുപോയ ചിലരുമായിട്ട് ഈ സഭയിലുള്ള ചിലർ ആമേൻ എന്നെ കുറ്റം പറയുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ട്. ആ പെയിൻ നല്ലതല്ല. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയരെ. ആമേൻ. എന്റെ നന്മകളൊക്കെ ഞാൻ സഭയ്ക്ക് വേണ്ടിയും സഭയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെലവിട്ടിട്ടല്ലാതെ ഒരു രൂപ പോലും പ്രിയരെ ആമേൻ ഹല്ലേലൂയ ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ എനിക്ക് ദൈവം തരുന്ന ദാനമാണ്. ആമേൻ ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിന്റെ ഗ്രേസ് ആണ് പ്രിയരെ. ദൈവത്തിന്റെ ഗ്രേസ് അല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് ശോധന ചെയ്യുക. ബൈബിൾ പറയുന്നു പ്രിയരെ, നിങ്ങൾ ആരാധിക്കുന്ന കർത്താവിനെ ആമേൻ ഹല്ലേലൂയ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിച്ചു കൊള്ളുക. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ വിചാരം ഇതൊരു വാണിംഗ് കേട്ടോ, വാണിംഗ്. കാരണം എന്തെന്നറിയാമോ പ്രിയരെ, ഈ നിങ്ങളൊക്കെ ഈ ആരെങ്കിലുമൊക്കെ പാസ്റ്ററെ കുറിച്ചൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ആരെയാണോ സപ്പോർട്ട് ചെയ്ത അതേ വ്യക്തികൾ അടുത്ത സെക്കൻഡിൽ എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് പറയും, പാസ്റ്ററെ ഇന്ന ആൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദയവേത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം പ്രിയരെ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഒരു വലിയ കണക്ഷൻ എനിക്ക് ഈ കുടുംബങ്ങളുമായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ അനുഗ്രഹത്തെ തടയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ദൈവദാസന്മാരെ കുറ്റം പറയുക, ദൈവദാസന്മാരെ വിധിക്കുക, ആമേൻ, അതൊക്കെ ദൈവസഭയ്ക്ക് അകത്ത് നിന്നിട്ട് ദൈവസഭയ്ക്ക് വിരോധമായിട്ട് ചിന്തിക്കുക. പ്രിയരെ, എനിക്കൊരു വിഷമവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാൻ അറിയാത്ത വ്യക്തിയെ ഇതിനകത്ത് കൊണ്ടുവച്ച് ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച് അവൻ കൂടെ ഇരുത്തി അവൻ എല്ലാം ചെയ്ത് വിട്ടവർ എന്നെ വിട്ട് പോയപ്പോൾ. പക്ഷെ ഇന്ന് അവരുടെ സ്ഥിതികളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു സഹോദരി പറഞ്ഞൊരു പദമുണ്ട്. ഒരു സഹോദരി പറയുക, എന്റെ ബ്രദറിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം എന്റെ മുൻപിൽ പിടിച്ച് നിർത്തിയത് ബ്രദറാണ്. എനിക്ക് ആദ്യമായിട്ട് പ്ലാറ്റ്ഫോം തന്നത് ബ്രദറാണ്. എനിക്ക് ആദ്യമായിട്ട് മൈക്കെടുത്ത് തന്നത് ബ്രദറാണ്. പക്ഷേ ഇന്ന് ആ സ്നേഹമൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ആ സഹോദരി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അവരുടെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ പ്രിയരെ, കഴിഞ്ഞ പ്രാക്ടിക്കൽ സാമ്പാസ് പറഞ്ഞതുപോലെ വേരില്ലാതെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും കർത്താവ് വിലയിരുത്തുന്നുണ്ട്. നമ്മുടെ ഓരോ വാക്കുകളും കർത്താവ് വിലയിരുത്തുന്നുണ്ട്. ആമേൻ. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ പറയുക, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചറിയുക. എന്താണ് ദൈവത്തിന് പ്രസാദകരമായത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കുവാൻ. രണ്ടാമത് പറയുകയാണ്, വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവിൻ. എന്താണ്? വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവിൻ. ആമേൻ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ആരാണ്? ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ എങ്ങനെ നടക്കണം? വെളിച്ചത്തിൽ ഉള്ളവരായിട്ട് നടക്കണം. ഈ വെളിച്ചത്തിലുള്ള പ്രത്യേകത എന്താ? വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? ഒന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല. ഒന്നും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. പേടിക്കണം. നമ്മൾ ആരാ? വെളിച്ചമാ പ്രിയരെ. വെളിച്ചത്തിന്റെ മുൻപിൽ ഒന്നും മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. നമ്മൾ രഹസ്യത്തിൽ ജീവിക്കുന്നവരല്ല, നമ്മൾ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി ദോഷമാകൊണ്ട് നിങ്ങൾ ഇരുളിനെ സ്നേഹിക്കുകയാണ്. എന്താ പാസ്റ്ററെ കാണുമ്പോൾ ചിരിക്കാൻ മടി? എന്താ പാസ്റ്റർ അടുത്ത് സംസാരിക്കാൻ മടി? റീസൺ എന്താ? എവിടെയോ ഒരു മതിൽക്കെട്ട് ഉയർന്നു വന്നു. ഈ മതിൽക്കെട്ട് പൊളിക്കാതെ എങ്ങനെ പ്രിയരെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും? ബൈബിൾ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഒരുമനപ്പെട്ട് എന്താവശ്യപ്പെട്ടാലും ഞാനത് നിങ്ങൾക്ക് നൽകിത്തരും. അപ്പോൾ പാസ്റ്റർ ഒരു ധ്രുവത്തിലും വിശ്വാസി ഒരു ധ്രുവത്തിൽ നിന്നാൽ എങ്ങനെ മറുപടി ലഭിക്കും പ്രിയരെ? നിങ്ങളുടെ ഭവനത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുമ്പോൾ
മനസ്സിനകത്ത് പാസ്റ്ററോട് ഒരു കയ്പ് വെച്ചുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ വിശ്വാസിയോട് പാസ്റ്റർ ഒരു കയ്പ് വെച്ചുകൊണ്ട് ആ ഭവനത്തിനകത്ത് പ്രാർത്ഥിച്ചാൽ എങ്ങനെ മറുപടി ലഭിക്കും? ഞാനൊരു കാര്യം പറയട്ടെ പ്രിയരെ, എന്റെ ആളുകളൊന്നും അങ്ങനെയല്ല. നമ്മൾ സ്വന്തം പാസ്റ്ററെ അടുത്ത് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ലോകത്തുള്ള എല്ലാ പാസ്റ്ററെയും നമ്മൾ വിളിക്കും പ്രാർത്ഥിക്കും. അതിനർത്ഥം എന്നറിയാമോ? ചില മക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്, സ്വന്തം അപ്പന് വില കൽപ്പിക്കുന്നില്ല, സ്വന്തം വീട്ടില് അപ്പന് വില കൽപ്പിക്കുന്നില്ല, പക്ഷെ അടുത്ത വീട്ടിൽ അപ്പന് വില കൊടുക്കും. മനസ്സിലാകുന്നോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അപ്പൻ ഇല്ലെങ്കിൽ നീ ഇല്ലായിരുന്നു. ഈ അപ്പൻ ഇല്ലെങ്കിൽ നീ ഇല്ലായിരുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ചയില് സാംബാസ് പറഞ്ഞപ്പോൾ ഒരു സെന്റൻസ് പറഞ്ഞു, ആമേൻ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാളിച്ച അതാണ് കേട്ടോ. പാളിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം അങ്ങനെ ചിലരെയൊക്കെ എഴുന്നേൽപ്പിക്കും. ഒരു ഭരണവാസിന്റെ മനസ്സുള്ളവർക്ക് വന്നു കയറുമ്പോഴേ പിടിച്ച് പ്ലാറ്റ്ഫോമിൽ നിർത്തും, വന്നു കയറുമ്പോഴേ മൈക്കെടുത്ത് കയ്യിൽ കൊടുക്കും. പക്ഷെ അവരൊക്കെ ഇത് എവിടെയെന്ന് പോലും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ സഭയിലൊക്കെ ചെന്ന് നോക്കണം പ്രിയരെ, ഒരു മൈക്ക് കൂടെ നിന്ന് പാടുന്നവർക്ക് കൊടുക്കത്തില്ല. റീസൺ എന്തെന്നറിയാമോ പ്രിയരെ? ആമേൻ, മറന്നു പോകും. വന്ന വഴികളൊക്കെ എന്ത് ചെയ്യും? മറന്നു പോകാറുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത്, നിങ്ങൾ വെളിച്ചത്തിൽ ഉള്ളവരായിട്ട് നിങ്ങൾ നടക്കണം. ആമേൻ. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ, എന്റെ വീട്ടിൽ ഒരു അപ്പനുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഉറപ്പാണ്, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, അപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ചങ്കുപൊട്ടി ലോകത്തിൽ ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കത്തില്ല, ഉറപ്പാ. ഞാൻ ആദ്യത്തെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോയപ്പോൾ എന്റെ പപ്പയുണ്ട് ഞാൻ പ്രാർത്ഥിപ്പിച്ചത്. ആ പപ്പയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് ഞാൻ കണ്ടതാ. ഇന്ന് വരെ ഒരു പാസ്റ്ററിൽ നിന്നും ആ കണ്ണുനീര് ഒഴുകുന്നത് കണ്ടിട്ടില്ല. പ്രിയരെ, അതിലെ ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് പേര് വരും, പക്ഷേ ഇവരൊക്കെ പ്രാർത്ഥിക്കും, അവരങ്ങ് പോകും. പക്ഷേ ആമേൻ, ഞാൻ പറഞ്ഞു വരുന്നത്, നന്മയും കരുണയും നിന്റെ ജീവിതത്തിന്റെ എല്ലാ നാളും നിന്നെ പിന്തുടരണമെങ്കിൽ നീ പിന്തുടരേണ്ട റൂട്ട് ഏതാണ് പ്രിയരെ? വ്യവസ്ഥയില്ലാതെ ദൈവം ആരെയും അനുഗ്രഹിക്കാറില്ല, വ്യവസ്ഥയില്ലാതെ ദൈവം ആരെയും ഉയർത്താറില്ല, വ്യവസ്ഥയില്ലാതെ. ചിലർക്കൊന്നും പാസ്റ്റർ കുറ്റം പറയുന്നതല്ല, ബൈബിളിലെ വ്യവസ്ഥ പഠിപ്പിക്കുന്നതാ പ്രിയരെ. നിങ്ങൾ ആരാണ്? നിങ്ങൾ വെളിച്ചത്തുള്ളവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അവൻ നിന്നെ പുറത്തെടുത്ത ഒരു അപ്പനുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞൊരു പദമാണ്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത കരിഗർഭത്തിലേക്ക് നീ നോക്കുക. ഹല്ലേലൂയ. മറക്കരുത്, നമ്മൾ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇത് നമ്മൾ ഇങ്ങനെ ആയിരിക്കാൻ റീസൺ എന്താണെന്നുള്ള കാര്യം മറക്കരുത്. എവിടെ നിന്നാണ് നമ്മെ കൈപിടിച്ച് ഇവിടെ എത്തിച്ചത്? അവിടെ ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചില്ലേ പ്രിയരെ? കുഴിക്കകത്ത് കിടന്ന നിന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയരെ, ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് നിന്നെ പിടിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തുവാൻ തക്കവണ്ണം ദൈവം ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നീ മറക്കരുത്. നീ വെളിച്ചത്തിലുള്ളവനാ. ഇതൊക്കെ എന്ത് ചെയ്യും? അപ്പന്റെ ഹൃദയത്തെ ബൈബിൾ എന്താ പറയുന്നത്? ഭൂമിയിൽ നിങ്ങൾക്ക് നന്മ പ്രാപിക്കണമെങ്കിലും ദീർഘായുസോടെ ഇരിക്കണമെങ്കിലും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എന്താണ്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് ജഡീയ ജീവിതത്തിൽ മാത്രമല്ല, സ്പിരിച്വാലിറ്റിയിൽ ഇതുള്ളത്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു പദമുണ്ട്, അനേകം ഗുരുക്കന്മാർ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിന്നെ ജനിപ്പിച്ച അപ്പൻ ഞാൻ മാത്രമാണ്. ഹല്ലേലൂയ. നിന്നെ ആരാണ് വചനത്തിൽ ജനിപ്പിച്ചതെന്നുള്ള കാര്യം മറക്കരുത്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ. നമ്മൾ എവിടെയാണ്? അവർക്കെതിരെ കുറ്റം പറയുക, അവർക്കെതിരെ അവരെ വിധിക്കുക, അവരോട് മിണ്ടാതെ നടക്കുക, അവരെ കാണുമ്പോൾ മാറി നടക്കുക, ഇതൊന്നും നമുക്ക് അനുഗ്രഹമല്ല പ്രിയരെ. പാസ്റ്റർ ചിരിക്കണമെങ്കിൽ ചിരിച്ചോട്ടെ, പക്ഷെ നീ ചിരിക്കണം. പാസ്റ്റർ സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചോട്ടെ, പക്ഷെ നീ സംസാരിക്കണം. കാരണം നിന്റെ അനുഗ്രഹം അതാ. ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുന്നവരായിരിക്കുക. ആമേൻ. പാസ്റ്റർ നിങ്ങൾ അനുഗ്രഹിക്കുക, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ഡ്യൂട്ടി
നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ പക്ഷം പിടിക്കേണ്ടവരല്ല. ആമേൻ. ഇതിനകത്ത് പ്രിയരെ ഈ പക്ഷപ്പെടുത്തൊന്നുമില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നത്. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും ഇവിടെ വരും. ഇവിടെ ജബി പറയുന്നതോ ജിബി പറയുന്നതോ ഒന്നും ഇവിടെ നടക്കത്തില്ല. ഇത് നിങ്ങൾക്ക് തോന്നലാണ്. സുൽപാസ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യവും ഞാൻ നടത്തുന്നില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് ഞാൻ മാനിക്കും, വില കൊടുക്കും. പക്ഷേ നടപ്പിലാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ തീരുമാനം മാത്രമാണ്. അതുകൊണ്ട് ഈ സഭ ഇന്നും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് പുറത്തൊക്കെ പ്രിയരെ സഭയെ കുറ്റം പറയരുത്, ദയവ്. കാരണം വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, അത് അനുഭവിക്കാനുള്ളതാണ്. അത് അനുഭവിക്കണമെങ്കിൽ ദൈവം പറയുന്ന റൂട്ടിൽ നിങ്ങൾ നടക്കണം. ദൈവത്തിന് എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണെന്ന് നിങ്ങൾ പഠിക്കണം. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ എല്ലാ നല്ല ദാനവും എവിടെന്നാ വരുന്നത്? ഉയരത്തിൽ നിന്ന്. എവിടെന്നാ വരുന്നത്? ഉയരത്തിൽ നിന്ന്. ആമേൻ. എവിടെന്നാ വരുന്നത്? ഉയരത്തിൽ നിന്ന്. അപ്പോൾ ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നാണ് എല്ലാ ദാനവും നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ എല്ലാ നല്ല ദാനവും നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടെ വേണം. മനസ്സിലാക്കണം. ചിന്തിക്കാത്ത കണക്ഷൻസ് ദൈവം തരും. എങ്ങനെയായി ബന്ധങ്ങളൊക്കെ നമുക്ക് ദൈവം തരുന്നത്? ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഉയരത്തിലുള്ള ദൈവം അനങ്ങിയില്ലെങ്കിൽ സുനിൽ പാസ്റ്റർ വട്ട പൂജ്യം, ബിഗ് സീറോയ. കഴിഞ്ഞ ദിവസം ഞാൻ സ്മിതയുണ്ടായിരുന്നു. ഞാൻ കിടക്കായിരുന്നു. ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് നടക്കുന്നത്. പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ആരെന്ന് നോക്കിയില്ല. പെട്ടെന്ന് പറഞ്ഞു, സുൽപാസ്റ്ററില്ലേ? ഞാൻ പറഞ്ഞത് സുൽപാസ്റ്റർ. പക്ഷേ യൂട്യൂബിൽ പാസ്റ്റർ ഒരു മെസ്സേജ് കണ്ടിട്ട് ഞാൻ വിളിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് പരിശുദ്ധാത്മാവരോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അവരുടെ പേര് ചോദിച്ചില്ല, ഞാൻ ആരാണെന്ന് ചോദിച്ചില്ല, നീ ഏത് രാജ്യത്തുള്ളതെന്ന് ഞാൻ ചോദിച്ചില്ല. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഫോണിന്റെ അങ്ങേത്തലക്കൽ കരച്ചിൽ വീഴുവാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ആരെന്നറിയാത്ത അവരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ അതരങ്ങളിൽ കൂടി കൈമാറുവാൻ തുടങ്ങിയപ്പോൾ പ്രിയരെ, ഹല്ലേലൂയ, ആമേൻ, അങ്ങേ തലക്കൽ ചില രാജ്യങ്ങളുടെ അപ്പുറത്തിരുന്ന് ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് വിളിക്കുന്ന ഒരു സഹോദരിയെ, എന്റെ ജീവിതത്തിൽ കാണാത്ത ഒരു സഹോദരിയുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുവാൻ തക്കവണ്ണം വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് കൃപ ലഭിച്ചില്ലെങ്കിൽ പ്രിയരെ, എങ്ങനെ ഞാൻ അവരോട് സംസാരിക്കും? ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, സിസ്റ്റർ എവിടെന്നാണ് വിളിക്കുന്നത്? കണക്ഷൻ എവിടെയാണ് നമുക്ക് ആവശ്യം? ഉയരത്തിൽ നിന്ന്. എല്ലാ നല്ല ദാനങ്ങളും പ്രിയരെ, നീ പ്രതീക്ഷിക്കാത്ത കണക്ഷൻസ്. ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് പ്രിയരെ. ഞാൻ ഇന്ന് വരെ കാണാത്തവരുടെ ദശാംശം എന്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. റീസൺ എന്തെന്നറിയാമോ പ്രിയരെ? അവര് ഞങ്ങൾ തമ്മിൽ ഒരു കണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഒറ്റ റിലേഷൻഷിപ്പേ ഉള്ളൂ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. എന്തുകൊണ്ടെന്നറിയാമോ ആ ബന്ധം വരുന്നത്? ഹല്ലേലൂയ, ഒരു ടീച്ചർ എന്നെ വിളിക്കാറുണ്ട് സ്ഥിരമായിട്ട് എരിമേലിയിൽ നിന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഓർത്തഡോക്സ് ഫാമിലിയിലുള്ളവരാണ്. പക്ഷേ അവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവർ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, പാസ്റ്ററെ വിളിക്കാൻ എന്റെ ഉള്ളിൽ ഒരു ഭയങ്കര പ്രേരണ. പ്രേരണ പ്രിയരെ ആരാ കൊടുത്തത്? എന്തുകൊണ്ടെന്ന് അറിയാമോ പ്രിയരെ? എല്ലാ നല്ല ദാനങ്ങൾ ഉയരത്തിൽ നിന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു പദമുണ്ട്, മനുഷ്യന്റെ വാതിലുകൾ അടയുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കും. മനുഷ്യന്റെ കരം അടിയുമ്പോൾ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വലിക്കും. യാക്കോബ് വീടിന്റെ വാതിൽ അടഞ്ഞു, പക്ഷെ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിന്നാൽ, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് നിന്നാൽ, വറ്റിപ്പോകാത്ത ഉറവുകളെ തുറക്കുവാൻ ദൈവം മതിയായവരാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെ കടന്നു ചെല്ലാത്ത മേഖലകളിൽ നിന്ന് നിനക്ക് വഴി തുറക്കുവാൻ എന്റെ
ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ഒറ്റ പ്രവചനം മതി പ്രിയരെ, രാജ്യങ്ങളുടെ അതിർവരമ്പുകളൊക്കെ പൊട്ടിമാറുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ അമൽ സാറിനോട് പറഞ്ഞൊരു പദമുണ്ട്. ആമേൻ. 2 രാജ്യങ്ങളിൽ കൂടി കടന്നുപോയാൽ, ആമേൻ, ഹല്ലേലൂയ, അതിൽ ഒരു രാജ്യം ഞാൻ ഈ വർഷം തന്നെ പോകും, അടുത്തൊരു രാജ്യം കൂടെ കടന്നുപോയാൽ മിഡിൽ ഈസ്റ്റ് ഫുള്ളാകും. പ്രിയരെ, നിന്റെ ഒറ്റ ദൂതിന് രാജ്യങ്ങളുടെ അതിർവരമ്പുകളെ തുറക്കുവാൻ സാധിക്കും. ആമേൻ. ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ എഴുതി വച്ചിട്ടുണ്ട്, ജാതികളുടെ നന്മ നീ അനുഭവിക്കുമെന്ന്. ആമേൻ. കടലിന്റെ അക്കരെ കിടക്കുന്ന നന്മ നിന്റെ കരങ്ങളിൽ എത്തുമെന്ന് ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. നന്മയും കരുണയും നിന്റെ ജീവിതത്തിന്റെ എല്ലാ നാളും നിന്നെ അനുഗമിക്കണമെങ്കിൽ വെറും പ്രാർത്ഥന പോരാ, വെറും ഉപവാസം പോരാ, വെറും ആരാധന പോരാ, വ്യവസ്ഥകളിൽ കൂടെ നീ യാത്ര ചെയ്യും. വെളിച്ചത്തിലുള്ളവനാണെന്ന് മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ പറയുക, നിങ്ങൾ വെളിച്ചത്തിലുള്ളവരാണെന്ന് മറക്കരുത് പ്രിയരെ. നിന്റെ ഓരോ വാക്കും പരസ്യമാക്കപ്പെടും, നിന്റെ ഓരോ പ്രവൃത്തിയും പരസ്യമാക്കപ്പെടും. നീ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാളെ പുറത്തു വരും. നീ ഭയപ്പെടണം. ആരെ? വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തെ നീ പേടിക്കണം. നീ വെളിച്ചമാകുന്നെങ്കിൽ നിനക്കൊരു പിതാവുണ്ട്. അവന്റെ പേര് വെളിച്ചങ്ങളുടെ പിതാവ്. അവൻ ഉയരത്തിൽ വസിക്കുകയാ. അവനിൽ നിന്ന സകല നന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഉണ്മേ ബൈബിൾ പറയുന്നു, എനിക്ക് കരുണ തോന്നുന്നവരോട്. സാരഭാത്തിൽ ഒരുപാട് വിധവന്മാരുണ്ടായിരുന്നു, പക്ഷെ എല്ലാ വിധവന്മാരോടും അവൻ കരുണ കാണിച്ചില്ല. ഒരുപാട് പേർ ബഥാനിയിൽ മരിച്ചു, പക്ഷെ എല്ലാവരോടും അവൻ കരുണ കാണിച്ചില്ല. ഒരുപാട് മുടന്തന്മാരുണ്ടായിരുന്നു, എല്ലാവരോടും അവൻ കരുണ കാണിച്ചില്ല. ദൈവത്തിന് തോന്നണം, എനിക്ക് അവനോടൊന്ന് കരുണ കാണിക്കണമെന്ന്, എനിക്ക് അവളോടൊന്ന് കരുണ കാണിക്കണമെന്ന്. നിന്റെ നടപ്പ് കാണുമ്പോൾ ദൈവത്തിന് തോന്നണം, എനിക്ക് ഇവനൊന്ന് കരുണ കാണിക്കണമെന്ന്. നിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അവർക്ക് തോന്നണം, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് കരുണ കാണിക്കണമെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, ദൈവം ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ അടയ്ക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയുന്നില്ല. ഞാൻ പറയട്ടെ പ്രിയരെ, എന്നോട് സ്മിത പറഞ്ഞത് ആരോട് പറയേണ്ടത്. പക്ഷേ പ്രിയരെ, ദൈവമാണ് ആ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അടയപ്പെടത്തില്ല. കാരണം ദൈവത്തിന് അറിയാം നിന്നെ എങ്ങനെ മാനിക്കണമെന്ന്. കാരണം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, പാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ നീ ആഹാരം കിട്ടാതിരിക്കത്തില്ല. നീ സമൃദ്ധിയായിട്ട് വളരും. 2022 ദുബായിൽ ഞാൻ പോകുമ്പോൾ അന്ന് പ്രവാചകനായ ജിപ്സം പാസ്റ്റർ നോക്കി പറഞ്ഞു, നിന്നെ ഞാനൊരു ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ആ ദൂതങ്ങൾ അത്രയ്ക്ക് വിശ്വസിച്ചില്ല. കാരണം എനിക്കെന്ത് ബിസിനസ് തകർന്ന് തരിപ്പണമായവരെ എന്ത് ബിസിനസ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നീ അത് തള്ളിക്കളയരുത്. അത് ദൈവത്താൽ വരുന്നൊരു ബിസിനസ്സാണ്, നീ തള്ളിക്കളയരുത്. നിങ്ങൾക്കറിയാമോ പ്രിയരെ, എന്റെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുവാൻ കഴിയാത്ത, എനിക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ഒരു ബിസിനസ് ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഒരാളെ നിന്റെ ബിസിനസ്സിൽ സ്പിരിച്വൽ പാർട്ണറാക്കണം. ആമേൻ. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരെ സ്പിരിച്വൽ പാർട്ണറാക്കും? അദ്ദേഹം വലിയ ഒരു സഭയിലെ മെമ്പറാ, 10,000 ആരാധിക്കുന്ന ഒരു സഭയിലെ മെമ്പറാ. പക്ഷേ അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ സ്പിരിച്വൽ പാർട്ണർ വേറെ ആരുമല്ല. ആമേൻ. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു പദമാണ്, സിൽവാസ്റ്റർ, നിങ്ങളെ ഞാൻ എന്റെ ബിസിനസിന്റെ സ്പിരിച്വൽ പാർട്ണറാക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയരെ. ആമേൻ. മനുഷ്യരല്ല നിന്നെ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവമാണ് നിന്നെ പ്രസാദിപ്പിക്കേണ്ടത്. ആമേൻ. പ്രഭുക്കന്മാരല്ല നിന്നെ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവമാണ് നിന്നെ പ്രസാദിപ്പിക്കേണ്ടത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഇഷ്ടങ്ങളൊക്കെ വെടിഞ്ഞ്, നിന്റെ താല്പര്യങ്ങളൊക്കെ വെടിഞ്ഞ് വെളിച്ചത്തിൽ നടക്കുന്നവനെ പോലെ നീ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്നാൽ പ്രിയരെ, നിനക്കൊന്നിനും ഒരു മുട്ടുണ്ടാകയില്ല. ദാവീദ് വിളിച്ചു പറയുക, യഹോവ എന്റെ ഇടയൻ, എനിക്ക് ഒന്നിനും, പറഞ്ഞാട്ടെ, ഒന്നിനോ വസ്ത്രത്തിനോ ആഹാരത്തിനോ ഒരു നന്മയ്ക്കോ നിനക്ക് മുട്ടുണ്ടാകയില്ല. നിനക്ക് വരുമാനമില്ല, പക്ഷെ നിനക്ക് മുട്ടുണ്ടാകയില്ല. നിന്റെ സഭ
സഭയ്ക്കകത്ത് നിന്നെ സഹായിക്കാൻ മനസ്സുള്ളവർ കാണത്തില്ല. പക്ഷെ നിനക്ക് മുട്ടുണ്ടാകത്തില്ല. എന്താ കാര്യം പ്രിയരേ? വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വായുകൾ പലതും അടങ്ങിയിടും. വല്ലവൻ പൊതുവഴി തുറന്നിടുമേ. വായുകൾ പലതും അടങ്ങിയിടും. വല്ലവൻ പൊതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു തുണയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരായി തുണയ്ക്കും. നിങ്ങളൊന്ന് വിശ്വസ്തനായിട്ട് നിന്ന് നോക്കിക്കേ. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവും. കർത്താവിന്റെ നാമം പ്രതി നിന്നോട് ആരെങ്കിലും പിണങ്ങിയാൽ പോലും അത് ഭാഗ്യമുണ്ട്. ആര് മുഖാന്തരം പിണങ്ങിയത്? പ്രിയരെ, കർത്താവിന്റെ വേലയ്ക്കകത്ത് നിങ്ങൾ വരുമ്പോൾ ഇനി പാസ്റ്ററിൽ നിന്ന് വഴക്ക് കേട്ടെന്ന് പറഞ്ഞോ, പാസ്റ്റർ അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞോ, പാസ്റ്റർ എന്നോട് അങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞോ, പ്രിയരെ നിങ്ങൾ മാറി നിൽക്കരുത്. അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അവൻ ഹല്ലേലൂയ. പാസ്റ്റർ എന്നെ റിജക്ട് ചെയ്താൽ അവൻ എന്നെ ആ പാസ്റ്ററിന്റെ കൂടെ നിർത്തിയ ദൈവത്തെ അവൻ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നീ ഒന്ന് ചേർന്ന് നിന്ന് നോക്കിക്കേ. ഒരു നാൾ നീ ചിന്തിക്കാത്ത തലത്തിൽ ആസാഫ് 3000 പേരിൽ ഒരുവനായിട്ട് നിന്നതാണ്. പക്ഷേ ഏറ്റവും പിറകിൽ 3000-ൽ ഒരുവനായിട്ട് നിന്ന ആസാഫ് 3000 പേർക്ക് ലീഡറായി മാറാൻ ഒറ്റ റീസണേ ഉള്ളൂ. നിർത്തിയെടുത്തൊക്കെ അവൻ വിശ്വസ്തനായിട്ട് നിന്നു. നിർത്തിയെടുത്തൊക്കെ അവൻ വിശ്വസ്തനായിട്ട് നിന്നു. നിന്നെ എന്ത് ഡ്യൂട്ടി കപ്പെടുക്കാനാണോ ഏൽപ്പിച്ചത്? ആമേൻ, കുഴപ്പമില്ല, നീ ചെയ്. ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ ഇടയ്ക്കൊരു. ആമേൻ, റോബർട്ട്. ആമേൻ, അദ്ദേഹത്തിന്റെ പേരെന്തോ? അല്ല, ജോസഫ് അല്ല, ജോസഫ് സാമുവൽ ബ്രിങ്കിൾ. സാമുവൽ ബ്രിങ്കിൾ ഒരു പ്രാർത്ഥന മനുഷ്യൻ. പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ റോബർട്ട് വില്യം ബ്രൂസ് അല്ലെ, വില്യം ബ്രൂക്കിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. നിന്റെ ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്നത് എവിടെയാ? വില്യം ബ്രൂക്കിന്റെ അടുത്ത. വില്യം ബൂത്തിന്റെ അടുക്കൽ പോകാൻ പറഞ്ഞു. വില്യം ബൂത്തിന്റെ അടുക്കൽ പോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ വേക്കൻസി ഒന്നുമില്ല, ഇവിടെ ഇഷ്ടംപോലെ ദേവദാസന്മാരുണ്ട് എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടി അടച്ചു. വീണ്ടും ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും ദൈവം പറഞ്ഞു, നീ വില്യത്തിന്റെ അടുക്കൽ പോകും. റോബർട്ട് വില്യം ബൂത്തിന്റെ അടുക്കൽ പോകും. വീണ്ടും തിരസ്കരിച്ചു. വീണ്ടും പറഞ്ഞു വിട്ടു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും ദൈവം പറഞ്ഞു, നീ വില്യം ബൂത്തിന്റെ അടുക്കൽ പോകാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് വെല്ലടിക്കാനൊന്നും നിന്നില്ല. ഇത് കഥവ് തുറന്ന് നേരെ അകത്തന്നെ കയറി. അകത്ത് കയറിയപ്പോൾ വില്യം ബൂത്തിന് മനസ്സിലായി, ഇവൻ ഇനി പറഞ്ഞു വിട്ടാൽ ഇവൻ വീണ്ടും വരും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ 100ഓളം സുവിശേഷ വേലക്കാരുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, അവരെ ഷൂ എല്ലാം പോളിഷ് ചെയ്യാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ജോലി ഏറ്റെടുത്തു. ഞാൻ ചുരുക്കി എന്ന് പറയാം, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി ഈ 100 സുവിശേഷകന്മാരുടെ ഷൂ പോളിഷ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. മറ്റൊരു പരിപാടിയുമില്ല. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ല, ഒരു പ്രമോഷനും ഇല്ല. എത്ര വർഷം അറിയാമോ? 16 വർഷം. 16 വർഷം അവൻ ഒരു മടിയും കൂടാതെ
വില്യം ബൂത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹശുശ്രൂഷകരുടെയും ഷൂ രാവിലെ പോളിഷ് ചെയ്യാൻ തുടങ്ങും. പോളിഷ് ചെയ്ത് തീർന്ന ഉടനെ എന്ത് ചെയ്യാൻ തുടങ്ങുമെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കുക. സാമ്പാസന ഭാഷയിൽ പറഞ്ഞാൽ ഷൂ പോളിഷ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. ഷൂ പോളിഷ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. 16 വർഷം. 16ാമത്തെ വർഷം വില്യം ബൂത്ത് ഒരു വലിയൊരു കൺവെൻഷൻ വെച്ചു. 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം കൺവെൻഷൻ വളരെ മനോഹരമായിരുന്നു. വലിയ അത്ഭുതങ്ങൾ നടന്നു. 4ാമത്തെ ദിവസം ഏറ്റവും ശക്തനായ ദൈവദാസനാണ് അവിടെ ശുശ്രൂഷിക്കേണ്ടത്. എന്നാൽ 3ാമത്തെ രാത്രിയിൽ അദ്ദേഹം പറഞ്ഞു, ആമേൻ, എനിക്ക് വരാൻ പറ്റത്തില്ല. വില്യം ബൂത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആരാ നാളെ പ്രസംഗിക്കേണ്ടത്? ദൈവം പറഞ്ഞു, നാളെ പ്രസംഗിക്കേണ്ടവൻ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. വില്യം ബൂത്ത് വിചാരിച്ചു, എന്നെക്കാളും ശക്തനായവൻ വേറെ ആരുണ്ട്? ഞാൻ തന്നെയല്ലേ നാളെ പ്രസംഗിക്കേണ്ടത്? ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാനല്ലേ നാളെ പ്രസംഗിക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നീയല്ല നാളെ പ്രസംഗിക്കേണ്ടത്. 16 വർഷം ഒരു മടിയും കൂടാതെ, ഒരു പൊതുവെറുപ്പ് കൂടാതെ നിന്റെ ഷൂ പോളിഷ് ചെയ്ത് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചു കൊണ്ടിരുന്ന ഒരു ദാസൻ നിന്റെ മുറിക്കകത്ത് ഇരിപ്പുണ്ട്. അവനാ നാളെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നിന്നെ ദൈവം ഏൽപ്പിച്ച സ്ഥലത്ത് നീ വിശ്വസ്തയോടെ നിന്നാൽ നിന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് നിവർത്തീകരിക്കപ്പെടാതെ പോകത്തില്ല. ഒരു പൊതുവെറുപ്പും വേണ്ട, ഒരു മത്സരവും വേണ്ട, ഒരു വിധിയെഴുത്തും വേണ്ട, അവൻ ഒരു പകയും വേണ്ട, ഒരു പിണക്കവും വേണ്ട, ഒരു അസൂയയും വേണ്ട. നിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിക്കകത്ത് നിന്നോ, അത് 1 വർഷമായിക്കോട്ടെ, 10 വർഷമായിക്കോട്ടെ. അവൻ ഹല്ലേലൂയ. പ്രിയരെ, ഒരു റാഹേലിന് വേണ്ടി 20 വർഷം അടിമവേല ചെയ്യുവാൻ തക്കവണ്ണം യാക്കോബ് തയ്യാറായെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയട്ടെ പ്രിയരെ, ദൈവം അനുവദിക്കുന്ന കാലമത്രയോ ദൈവം നിർത്തുന്ന ഇടത്ത് നീ ഒന്ന് നിൽക്ക്. നിന്റെ താല്പര്യത്തിനനുസരിച്ച് നീ ഇടത്തോട്ട് വലത്തോട്ട് മാറിപ്പോകാതെ ദൈവം നിന്നെ നിർത്തിയെടുത്ത് നിൽക്ക്. അവിടെ നിന്നയുണ്ടെങ്കിൽ അനുഭവിക്ക്, അവിടെ ഒറ്റപ്പെടലുണ്ടെങ്കിൽ അവിടെ അനുഭവിക്ക്, അവിടെ ശിക്ഷയുണ്ടെങ്കിൽ അനുഭവിക്ക്, അവിടെ ശാസനയുണ്ടെങ്കിൽ അനുഭവിക്ക്. കാരണം നിന്റെ അനുഗ്രഹമാണ് ഈ ശാസന, ഈ അനുഗ്രഹമാണ്. പ്രിയരെ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊക്കെ ശാപത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി വന്ന മനുഷ്യനാണ്. എപ്പോഴും പറയും, നീ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നിന്നെ ശപിച്ച് പുറത്തിറങ്ങണമായിരുന്നു, അല്ലെങ്കിൽ നീ ഇറങ്ങത്തില്ലായിരുന്നു. കാരണം കൈക്ക് പിടിച്ച് പുറത്തെടുത്തിട്ടിട്ട് നീ ഇവിടെ നിൽക്കരുത് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞൊരു പദമുണ്ട്, എന്റെ ദൈവമായി ഇവിടെ കൊണ്ടിട്ടത് ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, നിന്റെ അനുഗ്രഹം നീ വേദനിക്കുന്ന ഇടത്തുണ്ട്, നിന്റെ ഉയർച്ച നിന്നെ നിരാശപ്പെടുത്തുന്ന ഇടത്തുണ്ട്, നിന്റെ ഉയർച്ച നിന്നെ ഒറ്റപ്പെടുന്ന ഇടത്തുണ്ട്. ആരുടെ വാക്കുകളോ ആരുടെയോ പ്രവർത്തികളോ ആരുടെയോ ഹൃദയ കാരുണ്യം കൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ചില ഒറ്റപ്പെടലുകളോ ചില പിന്മാറ്റ അനുഭവങ്ങളോ വന്നെന്ന് പറഞ്ഞ് ദൈവം നിർത്തിയ ഇടത്തിൽ നിന്ന് മാറരുത്. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി മാറുക. എല്ലാ നന്മയും എല്ലാ നല്ല ദാനവും ആ ഉയരത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക പ്രിയരെ, 3 കാര്യങ്ങൾ. ഒന്ന്, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. അപ്പോൾ 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് എന്ത് ചെയ്യുക? കീഴടങ്ങുക. എന്താണ്? ദൈവത്തിന് കീഴടങ്ങുക. അപ്പോൾ വളരെ വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, അപ്പനമ്മമാർക്ക് കീഴടങ്ങാത്തവരെങ്ങനെ ദൈവത്തിന് കീഴടങ്ങും? ഭർത്താവിന് കീഴടങ്ങാത്ത ഭാര്യ എങ്ങനെ പ്രിയരെ ദൈവത്തിന് കീഴടങ്ങും? പാസ്റ്റർക്ക് കീഴടങ്ങാത്തവരെങ്ങനെ പ്രിയരെ ദൈവത്തിന് കീഴടങ്ങും? യേശുക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയെക്കാളും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ 30 വയസ്സ് വരെയുള്ള മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്ന ജീവിതമാണ്. അപ്പോൾ സറണ്ടർ ആവുക, ദൈവത്തിന് എന്ത് ചെയ്യുക? കീഴടങ്ങുക. ദൈവമാക്കിയിരിക്കുന്ന ഇടത്ത് ഇരിക്കുക. ബൈബിൾ പറയുന്നു, പത്രോസിന്റെ പദമുണ്ട്, എന്താണ്? ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത് വരെ അവന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എന്ത് ചെയ്യുക? എതിർത്ത് നിൽക്കുക. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും വേണം. ഈ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്രിയരെ? സ്വന്തം ഇഷ്ടങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചേരുക,
ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ എന്ത് ചെയ്യണം? അടിച്ചമർത്തണം. അല്ലേ? എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഇല്ല, ഞാൻ ഇതിൽ പോകത്തില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആമേൻ, അവിടെ ഞാൻ ജയിക്കണം. അത് ജയിക്കണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഈ കീഴടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? കീഴടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? കീഴടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പിക്കുക. ഈ ശത്രുക്കൾ യോദ്ധാവിന്റെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ ആയുധം വയ്ക്കും, അല്ലെ? ആയുധം വെച്ചെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇനി ഞാനൊരു യുദ്ധത്തിന് ഇല്ല, ഞാൻ എന്നെ നിനക്കങ്ങ് വിട്ടുതരിക, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്ത് ചെയ്യുക? പ്രവർത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒന്ന് നിങ്ങൾ വിട്ടുകൊടുക്കാൻ നിങ്ങൾ വിളിക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടം എന്താണ്? അങ്ങനെ എന്നെ പണിതെടുക്കണമെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ എന്റെ ഇഷ്ടത്തെക്കാളും എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഇഷ്ടമുണ്ട്. ഇപ്പൊ എന്റെ ഇഷ്ടത്തിനുള്ള പരിമിതികളുണ്ട്. ഇപ്പോൾ എന്റേതായ പൊസിഷൻ അകത്ത് നിന്നുകൊണ്ടുള്ള ഇഷ്ടങ്ങൾ അതൊക്കെ. പക്ഷെ എന്നെ കുറിച്ച് ദൈവത്തിനുള്ള ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ദൈവത്തിന് കീഴടങ്ങണമെങ്കിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് യേശു കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്. ഞാൻ എന്റെ ഹിതം നിറവേറ്റുവാനല്ല ഇവിടെ വന്നത്, പിന്നെ ആരുടെ ഹിതം നിറവേറ്റുവാനാണ്? പിതാവിന്റെ ഹിതം നിറവേറ്റുക. അപ്പോൾ ദൈവത്തിന്റെ ഹിതം നിറവേറപ്പെടണമെങ്കിൽ ഞാൻ എന്നെ ആർക്ക് വിട്ടുകൊടുക്കണം? എന്നെ ആർക്ക് വിട്ടുകൊടുക്കണം? പിതാവിന് വിട്ടുകൊടുക്കണം. അപ്പൊ പിതാവിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കും. എന്റെ മേലുള്ള ഫുൾ ഉത്തരവാദിത്വം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്റെ ഉടയവൻ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. ഇപ്പൊ നമുക്ക് എല്ലാവരുടെ മേലും അവകാശം. നമ്മൾ പറയുന്നത് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനർത്ഥം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില പറയത്തില്ല, എന്റെ റൂട്ടുകാർ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന് കീഴടങ്ങുന്നില്ല. അപ്പോൾ ദൈവത്തിന് കീഴടങ്ങണമെങ്കിൽ നീ എങ്ങനെ നിൽക്കണമെന്ന് യജമാനനാ തീരുമാനിക്കേണ്ടത്. നീ എങ്ങനെ ഇരിക്കണമെന്ന് യജമാനനാ തീരുമാനിക്കേണ്ടത്. നീ എന്തു പറയണമെന്ന് യജമാനനാ തീരുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സറണ്ടർ ചെയ്യും, അടിയറ പറയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിങ്ങളുടെ സകല പ്രവൃത്തികളും കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ സകല പ്രവൃത്തികൾ എന്ത് ചെയ്യുക? കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. എങ്കിൽ നിങ്ങൾ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല? വീണു പോകത്തില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന് കീഴടങ്ങാൻ തയ്യാറാണ്. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് കീഴടങ്ങാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും മേൽത്തരമായിട്ട് ദൈവം നമ്മെ നടത്തും. അപ്പോൾ ഒന്നാമത്തെ പ്രവൃത്തി എന്താണ്? ദൈവത്തിന്. രണ്ടാമത് എന്ത് ചെയ്യണം? പിശാചിനോട് എന്ന് പറഞ്ഞാൽ എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായിട്ട് എന്നിൽ നിന്നും എഴുന്നേൽക്കുന്ന സകല ആലോചനകളെയും ഞാൻ ചെയ്യണം. ആമേൻ. ഇപ്പോൾ എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പക്ഷേ എന്റെ ശരീരം റിയാക്ട് ചെയ്യുന്നത് ആ പദ്ധതിക്ക് അനുസരിച്ചായിരിക്കത്തില്ല. എന്റെ കൂടെ നിൽക്കുന്നവർ റിയാക്ട് ചെയ്യുന്നത് ആ പദ്ധതി അനുസരിച്ചായിരിക്കത്തില്ല. എന്റെ മനസ്സെന്നോട് സംസാരിക്കുന്നത് ആ പദ്ധതി അനുസരിച്ചായിരിക്കത്തില്ല. അതിനെല്ലാം എന്ത് ചെയ്യണം? ഞാൻ അടിച്ചമർത്തണം. എങ്ങനെ? ബൈബിൾ പറയുന്നു, നിന്റെ ശരീരത്തിന്റെ പ്രവർത്തികളെ നിന്റെ ആത്മാവിന്റെ പ്രവർത്തികളാൽ മരിപ്പിക്കുക. ആമേൻ. എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്റെ മേലുള്ള ദൈവ പദ്ധതിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ആലോചനകളെയും ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മരിപ്പിക്കണോ? ആമേൻ. അങ്ങനെ ഒരു കൃപ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരാണോ വചനത്തിൽ വഴി നടത്തുന്നത് ആ ദൈവദാസനോടൊന്ന് ആലോചിക്കണം. ആമേൻ. ദൈവദാസനെ, ആമേൻ, ഇങ്ങനെ ഒരു ആലോചന എന്റെ അകത്തുണ്ട്, അത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ദൈവത്തിന് നമ്മൾ കീഴടങ്ങിയ മതിയാണ്. മനസ്സ് കീഴടക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു പദമുണ്ട്,
ഈ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ വാഹനത്തെക്കാൾ യാത്ര ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സ്. മനസ്സിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ രാജ്യത്തെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. മനസ്സ് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. ബൈബിൾ പറയുന്നു, ഒരു പ്രവാചകന് തന്റെ ആത്മാവിനെ നിയന്ത്രിക്കുവാൻ കഴിയും. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തികളിലോട്ട് നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നിങ്ങൾ പോകരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ ചെയ്യരുത്. ദൈവത്തിന് വേണ്ടാത്തത് എനിക്കും വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ തയ്യാറായാൽ ബൈബിൾ പറയുന്നു, എനിക്ക് വേണ്ടി, എന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടോ അതിന്റെ 100 മടങ്ങ് ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. പക്ഷെ നമുക്കത് പറ്റാത്തൊരു കാര്യവുമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യത്തില്ല, പലതും ത്യജിക്കാറില്ല. ത്യജിക്കാൻ നമുക്ക് മനസ്സില്ല. ദൈവത്തിന് വേണ്ടി ചിലത് ഉപേക്ഷിക്കുവാൻ നമുക്ക് തയ്യാറല്ല. ഞാൻ പറയാറില്ലേ പ്രിയരെ, കല്യാണം വന്നാൽ നമ്മളത് മുടക്കത്തില്ല, മരണം വന്നാൽ നമ്മൾ മുടക്കത്തില്ല, ഒരു ബന്ധുവിന്റെ വീട്ടിൽ ആവശ്യം വന്നാൽ നമ്മൾ മുടക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ പല ആവശ്യങ്ങൾ നമ്മൾ മുടക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്, മനുഷ്യർക്കല്ല. നിങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രഭുക്കന്മാർക്കല്ല, ദൈവത്തിനാണ്. ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്താൽ ബൈബിൾ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും, എന്നെ മാനിക്കുന്നവനെ ഞാൻ. ചോദിക്കട്ടെ, ദൈവം നമ്മെ മാനിക്കാൻ തുടങ്ങിയാൽ ആരുടെ പദവിക്ക് അനുസരിച്ചായിരിക്കും ദൈവം നമ്മെ മാനിക്കുന്നത്? ദൈവത്തിന്റെ പദവിക്ക് അനുസരിച്ച്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കോട്ടെ. ഇവിടെ എനിക്കറിയാം പല സഹോദരന്മാരും ഉണ്ട്. രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ. ദൈവത്തിന് ഇത് കാണാതിരിക്കാൻ പറ്റുമോ? 1 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. ദൈവത്തിന് അവരെ തള്ളിക്കളയാൻ പറ്റുമോ? എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ സന്നിധി എഴുന്നേറ്റ് ദൈവത്തോടൊപ്പം സമയം ചെലവിടുവാൻ അവർ തയ്യാറാകുമ്പോൾ പ്രിയരെ, അവരെ റിജക്ട് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന് കഴിയുമോ പ്രിയരെ? ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് മണിക്കൂർ കണക്കിന് ബൈബിൾ വായിക്കുവാൻ തയ്യാറാകുമ്പോൾ അവരെ റിജക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന് കഴിയുമോ പ്രിയരെ? ഇല്ല പ്രിയരെ. നിന്റെ ആവശ്യങ്ങൾ പലതും മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന് നിന്റെ ആവശ്യങ്ങൾ നിവർത്തീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു നന്മയ്ക്ക് നിനക്ക് കുറവ് വരത്തില്ല. ഒരു നന്മയ്ക്ക് നിനക്ക് കുറവ് വരത്തില്ല. പ്രിയരെ, പറയുന്ന നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ലോൺ മുടങ്ങിയാലും ദൈവത്തിന്റെ കാര്യം മുടങ്ങരുത്. നമ്മൾ ലോൺ മുടക്കാതിരിക്കാൻ നോക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പ്രിയരെ, ലോൺ മുടങ്ങിയാലും ദൈവത്തിന്റെ കാര്യം മുടക്കാതിരുന്നാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരു ലോൺ എടുക്കേണ്ട ആവശ്യം എന്റെ ദൈവം വരുത്തുകയില്ല. 2012 പ്രിയരെ, കടക്കാരനായിരുന്നിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പ്രിയരെ, ഇതുവരെ ഒരു ലോൺ എടുക്കേണ്ട ആവശ്യം വരാതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ എന്നറിയാമോ പ്രിയരെ? ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നും മുടക്കം വരുത്തിയിട്ടില്ല. ചിട്ടി മുടങ്ങിയിട്ട് ദൈവത്തിന്റെ കാര്യത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. 2 വർഷം ആഭരണം സ്വർണ്ണപ്പണി ആഫീസിൽ ഇരുന്നിട്ട് ദൈവത്തിന്റെ കാര്യത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. റീസൺ ഒന്നേ ഉള്ളൂ പ്രിയരെ, അവൻ നിന്നെ മാനിക്കാതിരിക്കുമോ? അവൻ നിന്നെ മാനിക്കാതിരിക്കുമോ പ്രിയരെ? നിന്റെ ആവശ്യത്തെക്കാളേറെ ദൈവാലയത്തിന്റെ ആവശ്യം നീ നിവർത്തീകരിക്കുമെങ്കിൽ നീ ചിന്തിക്കാത്ത വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നീ ആലോചിക്കാൻ പോലും നിനക്ക് പറ്റാത്ത വഴികൾ എന്റെ ദൈവം തുറക്കും. ഹല്ലേലൂയ. നീ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിന്റെ ആവശ്യത്തെക്കാൾ വലുത് ദൈവത്തിന്റെ ആവശ്യമാണ്. നീ ദൈവത്തിന് കീഴടങ്ങണം. രണ്ടാമത്തെ വാക്യം, 8ാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8ാമത്തെ വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഒന്നാമത് വായിച്ചത് എന്താ? ദൈവത്തിന് കീഴടങ്ങുവിൻ. രണ്ടാമത് എന്താ പറഞ്ഞത്? ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. നമ്മൾ ദൈവത്തിൽ നിന്ന് ദൂരോട്ട് പോകുന്ന പലപ്പോഴും ഈ ഒരു ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞല്ലോ. 112-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവൻ, അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് പുതിയ നിയമത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവൻ
എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അവൻ എവിടെ വസിക്കുമെന്ന? അവൻ എന്റെ കൂടെ വസിക്കും. ഞാൻ എവിടെ വസിക്കുമോ അവിടെ ആര് വസിക്കും? എന്നെ സ്നേഹിക്കുന്നവൻ വസിക്കും. എന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവൻ വസിക്കും. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ വസിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയരെ, കൂട്ടുകാരൊക്കെ നല്ലതാ, പക്ഷെ നീ കൂടുതൽ എടുക്കേണ്ടത് അവരോടല്ല, ദൈവത്തോടാണ്. ബന്ധുക്കളൊക്കെ നല്ലതാ, നീ കൂടുതൽ എടുക്കേണ്ടത് അവരോടല്ല, നീ കൂടുതൽ എടുക്കേണ്ടത് ദൈവത്തോടാണ്. നീ കൂടുതൽ ദൈവത്തെക്കാൾ കൂടുതൽ ബന്ധുക്കളോട് അടുത്താൽ നീ കൂടുതൽ സമയം ബന്ധുക്കളോട് ചെലവിടും, ദൈവത്തോട് ചെലവിടത്തില്ല. നീ ദൈവത്തെക്കാൾ പ്രാധാന്യം കൂട്ടുകാർക്ക് കൊടുത്താൽ നീ കൂടുതൽ ദൈവത്തോട് അടുക്കും. ആമേൻ. കാര്യം ദൈവത്തോട് അടുക്കത്തില്ല. നീ കൂടുതൽ സമയം ആരോടൊപ്പം ചെലവിടും? കൂട്ടുകാരോടൊപ്പം ചെലവിടും. ബൈബിൾ പറയുന്നു നീ ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നാൽ ദൈവം എന്ത് ചെയ്യും? നിങ്ങളോട് അടുത്ത് വരും. ആമേൻ. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഈ ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? എന്തോ നമുക്ക് നമ്മെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ആദാമും ഹവ്വയും എന്തിനാ ചെടിയുടെ പറകിൽ ഒളിച്ചത്? ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുന്നു എന്നൊരു കാലച്ച കേട്ടു, അല്ലെ? കാലച്ച കേട്ടു. ഈ കാലച്ച കേട്ടപ്പോൾ ആദാമിന് ഹവ്വയ്ക്ക് മനസ്സിലായ ദൈവം എന്ത്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കാലച്ച നമ്മൾ കേട്ടാൽ എന്ത് ചെയ്യും? ഈ ചില ആൾക്കാർ പറയും, ഈ വീട്ടിൽ വളർത്തുന്ന കന്നുകാലി, വീട്ടിൽ വളർത്തുന്ന നായ്ക്കള്, യജമാനന്റെ വണ്ടിയുടെ സൗണ്ട് വരെ അതിനറിയാൻ പറ്റും, അല്ലെ? അപ്പോൾ അതിനൊരു ആവേശമാണ്, അത് ഓടി അങ്ങനെ പോകും, അല്ലെ? അപ്പൊ അത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ശരിക്കും ആദാമും ഹവ്വയും ചെയ്യേണ്ടത്. പക്ഷെ അവരെന്ത് ചെയ്തു? ചെടിയുടെ മറവിൽ ഒളിച്ചു. റീസൺ എന്താണ്? അവരുടെ കുറവ് അവർ കണ്ടത്. അപ്പോൾ അവരുടെ കുറവ് അവർ കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ തയ്യാറായി. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒളിക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യരുത്? നാം നമ്മിലോട്ട് നോക്കരുത്. പിന്നെ ആരിലോട്ട് നോക്കണം? നീതീകരിക്കുന്ന ദൈവത്തിലേക്ക് നോക്കണം. ആമേൻ. ഹല്ലേലൂയ. അതാണ് ബൈബിൾ എഴുതി വെച്ചത്. അവന്റെ രക്തത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ആമേൻ അവൻ എന്ത് ചെയ്യും? ഇവരുടെ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ആമേൻ. ഇത് ഒരിക്കലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? കുറവില്ലാത്തവനായിരിക്കണം. എന്തായിരിക്കണം? കുറവില്ലാത്തവന്. ഞാൻ നഗ്നനല്ല എന്ന് ഒരു തിരിച്ചറിവ് എന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസവും ആരോട് അടുത്ത് ചെല്ലും? ദൈവത്തോട് അടുത്ത് ചെല്ലും. ഇത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കുറ്റബോധം, ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുറ്റബോധം. പ്രിയരെ, കുറ്റബോധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആമേൻ, നീ വെളിച്ചത്തിൽ ഉള്ളവനാണ് എന്ന് നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നീ വെളിച്ചത്തിന്റെ മകനാണെന്നൊരു ഉറപ്പുണ്ടായിരിക്കണം. നിന്റെ വാക്കുകളെ നീ സൂക്ഷിക്കണം, നിന്റെ പ്രവൃത്തികളെ നീ സൂക്ഷിക്കണം, നിന്റെ നടപ്പിനെ നീ സൂക്ഷിക്കണം. കാരണം ഇതെല്ലാം മറന്നേക്ക് പുറത്തു വരുന്ന ഒരു കാര്യമാണ്. ഇനി വെളിച്ചത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ആമേൻ മറന്നേക്ക് പുറത്തു വരുന്നതിന്റെ ഒറ്റ റീസൺ, ഇനി നിനക്കത് ഉണ്ടാകരുത്. അതോടെ പിന്മാറി പോകാനല്ല കേട്ടോ പ്രിയരെ. നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് ദൈവം പുറത്തു കൊണ്ടുവരുന്നതിന്റെ റീസൺ നീ അതോടെ പിന്മാറി പോകാനല്ല, അതോടെ നീ ആത്മീയതയിൽ വീഴാനല്ല. പിന്നെ എന്തിനെന്നറിയാമോ? ആ കുറവിനെ നികത്തിയിട്ട് വീണ്ടും നീ മുൻപിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയാ. നിന്റെ ഒരു കുറവിനെ ദൈവദാസൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ, നിന്റെ ഒരു കുറവ് നിന്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, നിന്റെ ഒരു കുറവ് നിന്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പ്രിയരെ, അതിൽ ഹല്ലേലൂയ സ്വയം ന്യായീകരണങ്ങളല്ല ആവശ്യം. പകരം അങ്ങനെ ഒരു കുറവ് നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നികത്തിയിട്ട് നീ ദൈവത്തോട് അടുത്ത് ചെല്ലുക. കുറവുള്ളിടത്തോളം കാലം നമുക്ക് ആരുടെ അടുത്തിലോട്ട് പ്രവേശിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ അടുത്തിലോട്ട് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദാവീദ് എഴുതി വെച്ചത്, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് എത്രയോ ശുഭവും എത്രയോ മനോഹരമാകുന്നു. പ്രിയരെ, കഴിഞ്ഞ ദിവസം ഞാൻ ജയരാജന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ശുശ്രൂഷകൻ, ഒരു പുരോഹിതൻ വന്നിരുന്നു. ആ പുരോഹിതനുമായിട്ട് അദ്ദേഹം ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തിരികെ സംസാരിക്കാൻ തുടങ്ങി. വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. വചനത്തിൽ നിന്ന് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തോട് ഇടപെടുവാൻ തുടങ്ങി.
ആമേൻ ഹല്ലേലൂയ. എങ്ങനെയാണ് ശൗലിന്റെ ഭവനത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ഒരു കൃഷിക്കാരന്റെ മകനായിരുന്ന ശൗലിനെ എങ്ങനെ ഇസ്രായേലിന്റെ രാജാവായി മാറാൻ പറ്റി, എങ്ങനെ ശൗലിന്റെ പൗരോഹിത്യം അല്ലെങ്കിൽ ശൗലിന്റെ മേലുണ്ടായിരുന്ന രാജകീയ പദവി എങ്ങനെ ദാവീദിന്റെ കരങ്ങളിൽ എത്തി. ശൗൽ ബെന്യാമീൻ ഗോത്രക്കാരനല്ലേ, ദാവീദ് യഹൂദ ഗോത്രക്കാരനല്ലേ, എങ്ങനെ യഹൂദ ഗോത്രത്തിന്റെ അവകാശം ബെന്യാമീൻ ഗോത്രത്തിലെത്തി, എങ്ങനെ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് തിരിച്ചു വീണ്ടും അത് യഹൂദ ഗോത്രത്തിലൊക്കെ എത്തി എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നറിയാമോ? ഒന്ന് അഭിഷിക്തന്മാരുമായിട്ട് കൂടിയിരുന്നു നോക്കിക്കേറിയത്. അവിടെ വചനമേ സംസാരിക്കത്തുള്ളൂ, അവിടെ വെളിപ്പാടുകളെ സംസാരിക്കത്തുള്ളൂ, അവിടെ കുറവുകളെ നികത്തും. അവിടെ അതുകൊണ്ട് ദാവീദ് എഴുതി വെച്ച് സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് എത്രയോ ശുഭവും മനോഹരവും. പ്രിയരെ, ആമേൻ, ഈവനിങ് സർവീസ് ഇവിടെ ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. മക്കളെല്ലാം കുറേ മക്കൾ ഇവിടെ ഇരിക്കും. അവരുമായിട്ട് ഒരുമിച്ച് സന്തോഷിച്ച് ചായ കുടിച്ച് അവരുമായിട്ട് ആരാധിച്ച് ആമേൻ വചനം ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആമേൻ ഹല്ലേലൂയ, വർദ്ധിക്കുന്ന ഒരു ആത്മബന്ധമുണ്ട് പ്രിയരെ. ആമേൻ, അതാ ദാവീദ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യും പ്രിയരെ? ഞാൻ ചോദിക്കട്ടെ, രണ്ട് മനുഷ്യർ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ ആ ബന്ധം വർദ്ധിക്കുമെങ്കിൽ ദൈവത്തോട് നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ആ ബന്ധം എത്രമാത്രം വർദ്ധിക്കും പ്രിയരെ. നിങ്ങൾ വചനം വായിക്കുന്തോറും ദൈവത്തോടുള്ള ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്തോറും ആ ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരാധിക്കുന്തോറും ആ ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. മൂന്നാമത്തെ കാര്യം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എന്താണ്? കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങുവിൻ. രണ്ടെന്താണ്? ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ. 3 എന്താണ്? കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ താഴ്ത്തുവിൻ. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരോട് എപ്പോഴും പറയുന്ന ഒരു പദമാണ്, നിങ്ങളെ എത്ര ദൈവം ഉയർത്തിയാലും നിങ്ങൾ ഉയരരുത്. നിങ്ങളെ എത്ര ദൈവം ഉയർത്തിയാലും നിങ്ങൾ ഉയരരുത്. നിങ്ങൾ താഴെ തന്നെ ഇരിക്കണം. കാരണം പ്രിയരെ, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്. ആമേൻ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രശംസകളിലും നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിലും നിങ്ങൾക്ക് കിട്ടുന്ന പദവികളിലും നിങ്ങൾ നിഗളിച്ചു പോയാൽ ബൈബിൾ പറയുകയാണ്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങിയാൽ, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ദൈവം നിങ്ങളെ വളർത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളേറെ നന്മ ദൈവം നിങ്ങൾക്ക് തന്നെന്ന് വരാം. ആമേൻ. ബന്ധങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നെന്ന് വരാം. പക്ഷേ എത്ര ഉയർന്നാലും പ്രിയരെ, വേരറ്റ് പോയാൽ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് തുടങ്ങിയ ഇടത്ത് നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് ഇത് ഷെയർ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞു കൊടുത്തു. 2013 എൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. ആമേൻ. ഇവിടെ നിന്ന് എനിക്ക് പ്രയർ ഹാളിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുവാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എൻ്റെ വണ്ടിയിൽ ഒരു തുള്ളി പെട്രോൾ ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിൽ 1 രൂപ എടുക്കുവാനില്ല. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ പിശാച് കൊണ്ടിട്ട് ഒരു ചിന്ത. ആമേൻ. കുവൈറ്റിൽ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് മെസ്സേജ് അയച്ചു, പാസ്റ്റർ, എൻ്റെ ശമ്പളത്തിൽ 10,000 രൂപ പെട്ടെന്ന് വർദ്ധിപ്പിച്ചു എന്ന്. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത്? നീ പ്രാർത്ഥിച്ചിട്ടല്ലേ അവർക്ക് ശമ്പളം വർദ്ധിച്ചത്. നിനക്കെന്തുകൊണ്ട് അവളോട് ഒരു നന്മ ചോദിച്ചുകൂടാ? ഞാൻ പെട്ടെന്ന്, അന്ന് എനിക്ക് മെസ്സഞ്ചറൊക്കെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് മെസ്സഞ്ചർ എടുത്ത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയരെ, നിന്നെ വിളിച്ചപ്പോൾ ഒരു രാജ്യക്കാരും നിന്റെ കൂടെ ഇല്ലായിരുന്നു. നിന്നെ വിളിച്ചപ്പോൾ ഒരാളും നിന്റെ കൂടെ ഇല്ലായിരുന്നു. നീ തകർച്ചയുടെ മധ്യത്തിൽ സൂയിസൈഡ് ചെയ്യാൻ നിന്നപ്പോൾ ആ സൂയിസൈഡ് പോയിന്റിൽ വെച്ച് നിന്നെ വിളിച്ചപ്പോൾ നീ ഒറ്റയ്ക്കല്ലേ. ആ ദൈവം ഇന്ന് വരെ നിന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും നിന്നെ നടത്തുവാൻ മതിയായവനാണ്. ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നീ ഒരിക്കലും ഉയരരുത്. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, എനിക്ക് ജഡത്തിൽ പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് വകയുണ്ട്. ഞാൻ എബ്രായനാണ്, ഞാൻ എഫ്രൈമ്യനാണ്, എനിക്ക് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പുകഴുവാനോ എനിക്ക് പ്രശംസിക്കാനോ ഒരു വകയുണ്ടെങ്കിൽ
അത് ക്രൂശിക്കപ്പെട്ട യേശു മാത്രമാണ്. അതിനപ്പുറം പ്രിയരെ എനിക്ക് പുകഴുവാനൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, കർത്താവിന് നിങ്ങളെ തന്നെ താഴ്ത്തുവേ. നിങ്ങളെ ദൈവം മേൽക്കുമേൽ ഉയർത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരു സ്ഥാനവും തേടി പോകേണ്ട കാര്യമില്ല. സ്ഥാനം നിങ്ങളെ തേടി വരും. നിങ്ങൾ ഒരു നന്മയുടെ പുറകെ പോകേണ്ടി വരത്തില്ല. നന്മ നിന്നെ തേടി വരും. ബൈബിൾ പഠിപ്പിക്കുന്നത് നന്മയുടെ പുറകെ നീ പോകുമെന്നല്ല, ഈ നന്മ നിന്റെ പുറകെ നിന്ന് വരുമെന്നാണ്. നീ കർത്താവിന്റെ പുറകെ പോയാൽ ബൈബിൾ എഴുതി വെച്ചു, ഈ വക ഒക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് എന്റെ കർത്താവ് അറിയുന്നുണ്ട്. ഈ വക ഒക്കെയും നിന്റെ പിന്നാലെ വരും. അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ച് കണ്ടെത്തിയാൽ, നീ ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ, നീ ദൈവത്തോടൊന്ന് അടുത്തു ചെന്നാൽ, നീ കർത്താവിന് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാൽ, നീ ഒന്നിന്റെ പുറകെ നിന്നും പോകണ്ട. നിന്നെ തക്ക സമയത്ത് അവർ വിളിക്കും. നിന്നെ വിളിച്ച് നിന്റെ നന്മ നിന്റെ കയ്യിൽ നിന്ന്. എങ്ങനെയാ ഇതൊക്കെ ഇവിടെ പണിയപ്പെട്ടത്? എവിടെന്നാ? കയ്യിൽ പണം വെച്ചിട്ടാണോ? ഒന്നുമല്ല പ്രിയരെ. നീ ഒന്ന് താണിരുന്ന് നോക്കിക്കേ പ്രിയരെ. നീ ഒന്ന് സറണ്ടറായിരുന്നു നോക്കിക്കേ പ്രിയരെ. നീ ഒരു മനുഷ്യന്റെ മുമ്പിൽ ആമേൻ താണു നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ മറക്കാത്ത ഒരുപാട് റീസൺസ് ഉണ്ട് പ്രിയരെ. ഇവിടെ ഇന്ന് നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ 2 വർഷം ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു പഴയ ബോക്സും ഒരു ആംപ്ലിഫയർ കൊണ്ടുവച്ചിട്ട് ആമേൻ 7000 രൂപ ഒരു വർഷത്തെ കണക്ക് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റാതെ വന്ന് ആമേൻ നിശബ്ദനായിട്ട് നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയരെ. അന്ന് ജയരാജന്റെ ദൃസാക്ഷിയാണ്. ആ ധനലക്ഷ്മി ബാങ്കിന്റെ മുമ്പിൽ അവൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ വായിൽ വിളിച്ചു പറയുമ്പോൾ, അവൻ ഹല്ലേലൂയ അപവാദങ്ങളൊക്കെ പറയുമ്പോഴും പ്രിയരെ ഹല്ലേലൂയ നിശബ്ദനായിട്ട് നിന്നു, ചിരിച്ചുകൊണ്ട് നിന്നു. പക്ഷെ പ്രിയരെ, അവിടെ ചിരിച്ചുകൊണ്ട് നിന്ന ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥന ഓർക്കലൊക്കെ കയറിയത്. ചിരിച്ചത് മനുഷ്യൻ കണ്ടു, നിശബ്ദനായിട്ട് നിന്നത് മനുഷ്യൻ കണ്ടു, പക്ഷെ കരഞ്ഞത് എന്റെ ദൈവം കണ്ടു. ഇന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, നീ ഒന്ന് താണിരുന്ന് നോക്കിക്കേ. നീ ഒന്ന് ദൈവത്തിന് കീഴടങ്ങിയിരുന്ന് നോക്കിക്കേ. തക്ക സമയത്ത് നിനക്ക് തരേണ്ടതൊക്കെ ദൈവം നിനക്ക് തരും. നിന്നെ എത്തിക്കേണ്ടതൊക്കെ ദൈവം നിന്നെ എത്തിക്കും. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷയെ വളർന്നു വരുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, നിനക്കൊരു വേദി കിട്ടുമ്പോൾ അത് നിന്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്ന് നീ ചിന്തിക്കരുത്. നിന്നെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അത് നിന്റെ എന്തോ പ്രത്യേകത കൊണ്ടാണ് ഏൽപ്പിച്ചതെന്ന് അവൻ കാലിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കൃപയാൽ എത്രയോ പേരുണ്ട് പ്രിയരെ ഇതൊക്കെ ചെയ്യാൻ യോഗ്യതയുള്ളവർ. പക്ഷെ കൃപയാൽ അത് ഏൽപ്പിക്കുവാൻ ദൈവത്തിന് നിന്നോട് മനസ്സറിവ് തോന്നി. അതിനെ നീ ദുരുപയോഗം ചെയ്യരുത്, അതിൽ നീ നിഗളിക്കരുത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കർത്താവിന് കീഴടങ്ങുക. എന്നാൽ അവൻ നിങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തും. അടുത്ത് പറയുക. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈകളെ വെടിപ്പാക്കുക. എന്താണ്? കൈകളെ വെടിപ്പാക്കുക. എത്ര പേർ വിശ്വസിക്കുന്നത് എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു? അല്ലെങ്കിൽ കൈയെ നോക്കി ഒന്ന് പറയുമല്ലോ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ശരീരത്തിന്റെ അവയവമായ ഈ കരം വിശുദ്ധി എന്ന് പറയുവാൻ പറ്റുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ഇതൊന്ന് വെടിപ്പാക്കി. അർഹതയില്ലാത്തതൊന്നും ഈ കൈകൊണ്ട് നീ തുടരുത്. ദൈവത്തിന് ഹിതകരമല്ലാത്തതൊന്നും നിന്റെ കൈകൊണ്ട് തുടരുത്. ദൈവത്തിന് യോഗ്യമല്ലാത്തതൊന്നും ഈ കൈകൊണ്ട് തുടരുത്. ഈ കൈ ചെങ്കടലുകളെ പിളർത്താനുള്ളതാ. ഈ കൈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനുള്ളതാ. ഈ കൈ മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കാനുള്ളതാ. ഈ കൈ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാനുള്ളതാ. ഈ കൈ ഊമന്മാരെ സംസാരിപ്പിക്കാനുള്ളതാ. ഈ കൈ രോഗികളെ സൗഖ്യമാക്കാനുള്ളതാ. ഈ കൈ വെടിപ്പാക്കുക. നിങ്ങളുടെ കൈ എന്ത് ചെയ്യണം? വെടിപ്പാക്കണം. പറയണം, ഇതെന്റെ കൈയല്ല, ഇതെന്റെ കൈയല്ല, ഇതെന്റെ ദൈവത്തിന്റെ, ഇത് ദൈവത്തിന്റെ കൈ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, മോശ തന്റെ വലത് കരം ചെങ്കടലിന്റെ നേർക്ക് നീട്ടിയപ്പോൾ
ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ കയ്യിലോട്ട് ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാ, ഈ കർത്തൃമേശയുടെ അടുക്കലോട്ട് വരുവാൻ അവൻ അപ്പം നിങ്ങൾ ഈ കൈ കൊണ്ട് മുറുക്കിയെടുക്കുമ്പോൾ, വീഞ്ഞു പാനപാത്രം നിങ്ങൾ ഈ കൈ കൊണ്ട് എടുക്കുമ്പോൾ പറയണോ, ഇത് വെടിപ്പുള്ള കൈയാ. ഈ കൈയെ നോക്കി ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഈ കൈ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള കൈയല്ല. ഈ കൈ കൈക്കൂലി വാങ്ങിക്കാനുള്ള കൈയല്ല. ഈ കൈ അഴിമതി ചെയ്യാനുള്ള കൈയല്ല. ഈ കൈ പാപപ്രവർത്തികൾ ചെയ്യാനുള്ള കൈയല്ല. ഈ കൈ മറ്റുള്ളവർക്ക് ദോഷപ്രവർത്തികൾ ചെയ്യാനുള്ള കൈയല്ല. ഇത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൈയാ. ഇത് കർത്താവിനെ ആരാധിക്കുവാനുള്ള ഒരു കരമാ. ഇത് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു കരമാ. ഇത് കൈത്താളത്തോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു കരമാ. ബൈബിൾ എഴുതി വച്ചിരിക്കുകയാ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുക. അടുത്തതെന്താ പറയുന്നത് പ്രിയരെ? ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. എന്താണ്? ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പാൻ. ഒരേ വായിൽ നിന്ന് കയ്പും മധുരവും പുറത്തു വരികയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുക പ്രിയരെ, ഇത് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ പ്രിയരെ. നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് പ്രിയരെ ഇരുമനസ്സുള്ളവരായിട്ട് മാറരുത്. അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നിൽക്കുന്നവരായിട്ട് മാറരുത്. ആമേൻ. ഒരേ സമയത്ത് ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതേ സമയം തന്നെ ദൈവനാമത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതല്ല. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. 3, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. അന്യോന്യം തീരുന്ന ദുഷിക്കരുത്. റീസൺ നമുക്കതിന് വ്യവസ്ഥയില്ല. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥ അനുഗ്രഹത്തെ അനുഭവിപ്പാനാണ്. പക്ഷെ അനുഗ്രഹത്തെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അന്യോന്യം ദുഷിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് കുറ്റം പറയാൻ, ഇവനെ കുറിച്ച് കുറ്റം പറയാൻ അല്ല ദൈവം എന്നെ വിളിച്ചത്. പ്രിയരെ, ഞാൻ പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജസ്റ്റിൻ മോസസ് പാസ്റ്ററുടെ ഒരു വാക്കാണ്, ഒരാളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ അത് കൊട്ടിഘോഷിക്കാതെ നിൽക്കരുത്. ആ തെറ്റ് നിന്റെ കൺമുമ്പിൽ ദൈവം എന്തിനെന്നറിയാമോ വെളിപ്പെടുത്തിയത്? അത് നിനക്കുള്ള വാണിംഗാണ്. അത് നിനക്കുള്ള വാണിംഗാണ്. അവൻ ഓട്ടിച്ച വാഹനം ഇടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിനക്കും ആക്സിഡന്റ് ഉണ്ടാവും. അതുകൊണ്ട് നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്നെക്കാൾ അധികം പ്രാർത്ഥിക്കുന്നവൻ വീണ് പോയിട്ടുണ്ടെങ്കിൽ നീ എത്രയോ വീഴ്ചയിൽ വരേണ്ടതാണ്. അതുകൊണ്ട് പ്രിയരെ, അവിടെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നീ അവനെ കുറിച്ച് ദൂഷിച്ച് പറയാൻ നിൽക്കരുത്. അവരുടെ മകൻ ഇങ്ങനെ, ഇവരുടെ മകൻ ഇങ്ങനെ നീ ദൂഷ്യം പറയാൻ പോകരുത്. ഞാൻ അവിടെ നിർത്തുകയാണ്. അന്യോന്യം ദുഷിക്കരുത്. അടുത്ത് വിധിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരെ വിധിക്കാനുള്ള അധികാരം നമുക്കുള്ളത്. ഇവിടെ ഇരിക്കുന്ന ജബി എന്തായി തീരുമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല. ഇവിടെ ഇരിക്കുന്ന ജിബിൻ എന്തായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല. അത് വിധിക്കുന്ന ദൈവമാണ്. എനിക്ക് അവരെ വിധിക്കാനുള്ള വഴിയില്ല. എനിക്ക് ഒറ്റ അധികാരമേ ഉള്ളൂ, ചേർത്ത് പിടിക്കുക. തെറ്റുണ്ടായിട്ടുണ്ട്, ചേർത്ത് പിടിക്കുക. ആമേൻ. പ്രിയരെ, ഒരു കാര്യം നമ്മൾ മറക്കരുത്. ആദാമിന്റെ ഹവ്വയുടെയും നഗ്നത മറച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കയ്യിൽ ഹാബേലിനെ കൊന്നപ്പോൾ കയ്യിൽ ദൈവത്തോട് ചെന്ന് അപേക്ഷിച്ചു. അവന് മുദ്രയിട്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചവനാണ് നമ്മുടെ ദൈവം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ പ്രിയരെ, അവനെ ഒറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ചെയ്യരുത്. അതും ഞാൻ അവിടെ നിർത്തുകയാണ്. കാരണം എന്തെന്നറിയാമോ പ്രിയരെ, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. എന്റെ ഇടയൻ എന്റെ യഹോവയാ. എനിക്കൊന്നിനും കൊണ്ടുണ്ടാകത്തില്ല. നീ ദൈവത്തിന് കീഴടങ്ങിയിരുന്ന്, നീ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി, നീ ദൈവത്തോട് അടുത്ത് ചേർന്ന് നിന്റെ കൈകളെ വെടിപ്പാക്കി, നിന്റെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് മറ്റുള്ളവരെ കുറിച്ച് ദൂഷ്യം പറയാതെ, മറ്റുള്ളവരെ വിധിക്കാതെ നീ മുന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ അതിനർത്ഥം. 91-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ. ഞാൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു, ഞാൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു. ഇത് പകൽക്കാലം എത്ര ഓർമ്മയുണ്ട് പ്രിയരെ.
ഞാൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നുവെന്ന്, ഞാൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും ആകുന്നു. ഹല്ലേലൂയ. അവിടെയാണ് പ്രിയരെ ഈ വചനത്തിന്റെ പ്രാധാന്യം. നന്മയും കരുണയും നിന്റെ ജീവിതകാലം മുഴുവനും നിന്നെ പിന്തുടരും. നീ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തോട് അടുത്ത് വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്റെ കൈകളെ നീ വെടിപ്പാക്കിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ മറ്റുള്ളവരെ ദുഷിക്കാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ അത്യുന്നതന്റെ മറവിൽ വസിച്ചുകൊണ്ട് സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർത്തുകൊണ്ട് യഹോവ തന്നെ എന്റെ സങ്കേതമെന്ന് പറഞ്ഞുകൊണ്ട്, യഹോവ തന്നെ എന്റെ വാസസ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട്, യഹോവ തന്നെ എന്റെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ നന്മയും കരുണയും അവൻ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. നീ പട്ടിണി കിടക്കുന്ന ബൈബിൾ പറയുന്നത് എന്തിനാ പ്രിയരെ പട്ടിണി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്? എന്തിനാ പ്രിയരെ ഞെരുക്കങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നത്? ദൈവം അനുവദിക്കാതെ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. എന്തിനെന്നറിയാമോ ചില കഷ്ടതകളിൽ കൂടി നമ്മെ കടത്തിവിട്ടത്? എന്തിനെന്നറിയാമോ ചില പ്രതിസന്ധികളിൽ കൂടി ദൈവം നമ്മെ കടത്തിവിട്ടത്? നാം അവങ്കിലേക്ക് തിരിയുവാൻ വേണ്ടിയാണ്. ആമോസ് പ്രവചനം 4-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. അവിടെ പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ ആഹാരത്തിന്റെ വഴിവല ഞാൻ അടച്ചു, എന്നിട്ട് നീ എങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല. അപ്പോഴെങ്കിലും ഞാൻ നീ ഒന്ന് തിരിഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. നിന്റെ ആഹാരത്തിന്റെ വാതിൽ ഞാൻ അടയ്ക്കുമ്പോൾ നീ എങ്കിലേക്ക് തിരിയുമെന്ന് ഞാൻ വിചാരിച്ചു. ചില പ്രശ്നങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വരുമ്പോൾ നീ എങ്കിലേക്ക് തിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ നീ എങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏതോ ഒരു പ്രശ്നത്തിൽ കൂടിയാണ് നീ കടന്നു പോകുന്നത് എങ്കിൽ അതിനർത്ഥം ദൈവത്തിങ്കലേക്ക് നീ തിരിയുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരും. ഒറ്റ വഴിയുള്ളൂ, ദൈവത്തിന് നിന്നെ സറണ്ടർ ചെയ്യുക, ദൈവത്തോട് കൂടുതൽ അടുക്കുക, കർത്താവിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തുക, പാപികളുടെ കൈകളെ വെടിപ്പാക്കുക. ആമേൻ. ഇരുമനസ്സുള്ളവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. ആമേൻ. അന്യോന്യം നിങ്ങൾ ദുഷിക്കാൻ പോകരുത് പ്രിയരെ, ആരെയും വിധിക്കാൻ പോകരുത് പ്രിയരെ. ആമേൻ. ഹല്ലേലൂയ. പകരം കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു വചനം എടുത്തു വെച്ചുകൊണ്ട് പ്രിയരെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരുമെന്ന് എന്ന് നിങ്ങളെ പറഞ്ഞ് എനിക്കൊന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയേണ്ടത്, ഒരു വല്ലാത്തൊരു തലത്തിൽ കൊണ്ട് എത്തിക്കാം. പക്ഷെ പ്രിയരെ, ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് ചതിയായിരിക്കും. വെറുതെ ദൈവത്തിന്റെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരുകയില്ല. വെറുതെ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല. വെറുതെ ദൈവം നിന്നെ ഉയർത്താറില്ല. ദൈവം ഉയർത്തണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. നീ വ്യവസ്ഥകളിൽ കൂടി കടന്നുപോയാൽ, ദൈവം ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല വചനങ്ങളും അനുസരിച്ചാൽ ഞാൻ നിന്നെ ഭൂമിയിലെ സർവ്വജാതികൾക്ക് മീതെ ഉന്നതരാക്കും. ഹല്ലേലൂയ. നീ വാലല്ല തലയായിട്ട് മാറും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെ പറയുന്ന സകല മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഇന്ന് ഞാൻ ഈ സഭയ്ക്കകത്ത് കൈമാറുകയാണ്. ഒറ്റ കാര്യം, ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ബിസിനസിന്റെ ലെവലുകളൊക്കെ മാറും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ലെവലുകൾ മാറും. നിങ്ങളുടെ ജീവിത ശൈലികൾ മാറും. നിങ്ങളുടെ ശുശ്രൂഷയുടെ ലെവലുകൾ മാറും. അവൻ ഇന്ന് വരെ കാണാത്ത ഉറവുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ഇതുവരെയുള്ള ഞെരുക്കത്തിന്റെ വാതിലുകളെല്ലാം ദൈവം അടച്ചിട്ട് വിശാലതയുടെ വാതിൽ ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. ഒറ്റ കാര്യമേ ഉള്ളൂ, അവനെ ഒരു ഭയപ്പെടാൻ തുടങ്ങിക്കോ, അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കോ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ. നല്ലതാ, കീബോർഡ് വായിക്കുന്നത് നല്ലതാ, പ്രസംഗിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കുന്നത് നല്ലതാ, ഉപവസിക്കുന്നത് നല്ലതാ. പക്ഷെ പ്രിയരെ, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ കൂടി ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മറുപടി സ്ഥിരതയാകാൻ വേണമെങ്കിൽ, നിന്റെ അനുഗ്രഹം സ്ഥിരതയുള്ളതായി മാറണമെങ്കിൽ, നിന്റെ ഉയർച്ചയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടാകണമെങ്കിൽ, നിന്റെ വളർച്ചയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടാകണമെങ്കിൽ, നിന്റെ പുഷ്ടിക്ക് ഒരു സ്ഥിരത ഉണ്ടാകണമെങ്കിൽ, മരുഭൂമിയിലെ വൃക്ഷങ്ങളുടെ ഫലത്തിന്റെ വർധനവ് നിന്റെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ, അത്തിയുടെ ഫലം വർദ്ധിക്കണം
മോശ എഴുതി വെച്ചിരിക്കുകയാ. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ ഇതെല്ലാം നിനക്ക് സാധ്യമാകും, ഇതെല്ലാം നിനക്ക് സാധ്യമാകും. ഇതുവരെ കയറാത്ത പ്ലാറ്റ്ഫോമിൽ ദൈവം നിന്നെ കയറ്റി നിർത്തും. ഇതുവരെ യാമേക്കാലിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത നന്മയെ നീ കാണും. ജീസസ് ജീസസ് ജീസസ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നത്തെ നിന്റെ പൊസിഷൻ എങ്ങനെ